ഡിയർ സ്റ്റുഡൻസ്, ഇപ്പോൾ നമ്മൾ എടുത്തുകൊണ്ടിരിക്കുന്ന ടോപ്പിക് എന്ന് പറയുന്നത് മെറ്റീരിയൽസ് ആണ്. അതിൽ മെറ്റീരിയൽസ് കൺട്രോളിൽ പർച്ചേസ് കൺട്രോൾ എന്നുള്ള ടോപ്പിക്കാണ് കഴിഞ്ഞ ദിവസം ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. ഇന്നും അത് തന്നെ കണ്ടിന്യൂ ചെയ്യുകയാണ്. അപ്പോൾ എങ്ങനെയാണ് പർച്ചേസ് കോസ്റ്റ് കണ്ടുപിടിക്കുക, അതുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യനാണ് കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. ഇന്നും അതുപോലത്തെ ഒരു ക്വസ്റ്റ്യൻ തന്നെ ആണ് തുടക്കം. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് പോകാം. എന്താണ് ക്വസ്റ്റ്യൻ നോക്കാം. ക്വസ്റ്റ്യൻ പേജ് നമ്പർ 57 ഇല്ലസ്ട്രേഷൻ 3 ആണ്. അതിൽ ദി ഫോളോയിങ് കൊട്ടേഷൻ ഈസ് റിസീവ്ഡ് ഫ്രം മിസ്റ്റർ എക്സ് ഇൻ റെസ്പെക്റ്റ് ഓഫ് എ മെറ്റീരിയൽ ഐറ്റം. ഒരു കൊട്ടേഷൻ കിട്ടിയിട്ടുണ്ട്. മിസ്റ്റർ എക്സിൻ്റെ ഭാഗത്തു നിന്ന് ഒരു കൊട്ടേഷൻ കിട്ടിയിട്ടുണ്ട്. ലോട്ട് പ്രൈസ് 2000 യൂണിറ്റിന് 5 രൂപ. ലോട്ട് പ്രൈസ് എന്ന് പറയുന്നത് 2000 യൂണിറ്റിന് 5 രൂപ. 4000 യൂണിറ്റ് ആണെങ്കിൽ 4.75. 4000 യൂണിറ്റ് എടുക്കുകയാണെങ്കിൽ ക്വാണ്ടിറ്റി ഡിസ്കൗണ്ടാണ്, 4 രൂപ 75 പൈസയേ ഉള്ളൂ. 6000 യൂണിറ്റ് എടുക്കുകയാണെങ്കിൽ 4 രൂപയേ ഉള്ളൂ. ഇതാണ് കൊട്ടേഷൻ. ട്രേഡ് ഡിസ്കൗണ്ട് 20%, ക്യാഷ് ഡിസ്കൗണ്ട് 5% ഇഫ് പേയ്മെൻറ്റ് ഈസ് മെയ്ഡ് വിത്തിൻ എ ഫോർട്ട് നൈറ്റ്. ഒരു 2 ആഴ്ചക്കുള്ളിൽ പേയ്മെൻറ്റ് നടത്തുകയാണെങ്കിൽ 5% എന്ത് കിട്ടും? ക്യാഷ് ഡിസ്കൗണ്ട് കിട്ടും. ഫ്രൈറ്റ് ചാർജസ് പെർ ഓർഡർ ₹200. ഫ്രൈറ്റ് ചാർജ് ചെയ്യുന്നത് ഒരു ഓർഡറിന് 200 രൂപയാണ്. കണ്ടെയ്നേഴ്സ് ചാർജ്ഡ് അറ്റ് ₹5 ഈച്ച്. ഓരോ കണ്ടെയ്നറിനും 5 രൂപയാണ് ചാർജ് ചെയ്യുന്നത്. ഇനി അടുത്ത പാരഗ്രാഫായിട്ട് പറയുന്നു, 1 കണ്ടെയ്നർ ഈസ് റിക്വയർഡ് ഫോർ എവറി 100 യൂണിറ്റ്സ്. ഓരോ 100 യൂണിറ്റിനും ഒരു കണ്ടെയ്നർ വേണം, അല്ലേ? ആൻഡ് ഇഫ് ദ കണ്ടെയ്നേഴ്സ് ആർ റിട്ടേൺഡ് വിതിൻ 2 months, ക്രെഡിറ്റ് വുഡ് ബി റിസീവ്ഡ് അറ്റ് ₹2.50 ഈച്ച്. കണ്ടെയ്നർ തിരിച്ചു കൊടുക്കുകയാണെങ്കിൽ 2.5 രൂപ ഓരോ ഐറ്റത്തിനും എന്ത് കിട്ടുന്നു? റിസീവ് ചെയ്യുന്നു. Calculate the material cost for 6000 units, assuming that purchaser decided to purchase this lot. നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? മെറ്റീരിയൽ കോസ്റ്റ് 6000 യൂണിറ്റിൻ്റെ മെറ്റീരിയൽ കോസ്റ്റ് നമുക്ക് എന്ത് ചെയ്യണം? കണ്ടുപിടിക്കണം. അസ്യൂമിങ് ദാറ്റ് പർച്ചേസർ ഡിസൈഡഡ് ടു പർച്ചേസ് ദിസ് ലോട്ട്. ഈ പർച്ചേസ് ചെയ്യാൻ പർച്ചേസർ തീരുമാനിക്കുകയാണെങ്കിൽ 6000 യൂണിറ്റിന് എന്താണ് കോസ്റ്റ് വരിക? ഇതാണ് നമുക്ക് കാണേണ്ടത്, അല്ലേ? അപ്പോൾ സ്വാഭാവികമായിട്ടും എന്താണ് ഹെഡിങ് കൊടുക്കുക? സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് കോസ്റ്റ് ഓഫ് മെറ്റീരിയൽസ് എന്നുള്ള ഹെഡിങ് കൊടുക്കുക. വലതു ഭാഗത്തൊരു എമൗണ്ടുകളുള്ള സ്റ്റേറ്റ്മെൻറ്റ് വരയ്ക്കുക. ആദ്യം തന്നെ ലോട്ട് പ്രൈസ് ഫോർ 6000 യൂണിറ്റ്സ്. 6000 യൂണിറ്റാണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ 6000 യൂണിറ്റിന് ഒരു യൂണിറ്റിന് 4 രൂപ വെച്ച് എത്രയാണ്? 24,000 എമൗണ്ട് കോളത്തിലേക്ക് എഴുതുക. ലെസ് ട്രേഡ് ഡിസ്കൗണ്ട് പറഞ്ഞിട്ടുള്ള 20% ആണ്. 24,000-ൻ്റെ 20%. 24,000-ൻ്റെ 20% എന്ന് പറയുമ്പോൾ എത്രയാണ്? 4,800 രൂപയാണ് വരിക. അത് കുറയ്ക്കുക. 24,000-ൽ നിന്ന് 4,800 രൂപ കുറച്ചാൽ 19,200 ആണ് നമുക്ക് എമൗണ്ട് കിട്ടുക. അതിനോടുകൂടി എന്ത് ചെയ്യുക? ഫ്രൈറ്റ് ചാർജസ് ആഡ് ചെയ്യുക. ഫ്രൈറ്റ് ചാർജസ് എത്രയാണ്? ഫ്രൈറ്റ് ചാർജസ് നമുക്ക് വന്നിട്ടുള്ളത് എന്താണ്? ക്യാഷ് ഡിസ്കൗണ്ട് കഴിഞ്ഞതിന് ശേഷം പിന്നെ പറഞ്ഞിട്ടുള്ളത് ഫ്രൈറ്റ് ചാർജസ് പെർ ഓർഡർ എന്ന് പറയുന്നത് ₹200 ആണ്. അപ്പോൾ ഫ്രൈറ്റ് ചാർജസ് 200 രൂപ ആഡ് ചെയ്യുക. കണ്ടെയ്നേഴ്സ് ചാർജ് അറ്റ് ₹5 ഈച്ച് എന്നാണ്. അപ്പോൾ ഇവിടെ എത്ര കണ്ടെയ്നർ വേണമെന്നുണ്ടെങ്കിൽ 100 യൂണിറ്റിനാണ് എന്ത് ചെയ്യുന്നത്? ഓരോ 100 യൂണിറ്റിന് ഒരു കണ്ടെയ്നർ വേണം. അപ്പോൾ എത്ര 100 യൂണിറ്റ് ഉണ്ടെന്ന് എങ്ങനെ നോക്കാം? 6000-നെ 100 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ നമുക്ക് മനസ്സിലായി 60 കണ്ടെയ്നേഴ്സ് ഉണ്ട്. 60 കണ്ടെയ്നേഴ്സിന് 5 രൂപ വെച്ച് 300 രൂപയാണ് വേണ്ടി വരിക. ലെസ് ക്രെഡിറ്റ് ഓൺ റിട്ടേൺ, അതായത് ഇത് തിരിച്ചു കൊടുക്കുകയാണെങ്കിൽ ഈ കണ്ടെയ്നേഴ്സ് തിരിച്ചു കൊടുക്കുമ്പോൾ 2 രൂപ വെച്ച് നമുക്ക് റിട്ടേൺ കിട്ടും. അപ്പോൾ എന്ത് ചെയ്യുക? 60 കണ്ടെയ്നർക്ക് 2.5 രൂപ വെച്ച് 2 രൂപ 50 പൈസ വെച്ച് 150 രൂപ നമുക്ക് റിട്ടേൺ കിട്ടും, അല്ലേ? അപ്പോൾ എക്സ്പെൻസ് ആയിട്ട് എത്ര രൂപ കാണിച്ചാൽ മതി? 150 രൂപ കാണിച്ചാൽ മതി. അത് എന്ത് ചെയ്യുക? ആഡ് ചെയ്യുക. അപ്പോൾ 19,200 ഫ്രൈറ്റ്, കണ്ടെയ്നർ കോസ്റ്റ് 150 രൂപ, എല്ലാം കൂടി കൂട്ടി 19,550 19,550 ആണ് എന്തിൻ്റെ റേറ്റ് വരുന്നത്?
ഇതിൻ്റെ റേറ്റ് വരുന്നത് അല്ലേ. ക്യാഷ് ഡിസ്കൗണ്ട് നമ്മൾ ഇത്തരം കാര്യങ്ങളിൽ അത് ഫിനാൻഷ്യൽ ആയിട്ടാണ്. ക്യാഷ് ഡിസ്കൗണ്ട് ഒരിക്കലും ഒരു പ്രോഡക്റ്റിൻ്റെ കോസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യില്ല, ചാർജ് ചെയ്യില്ല. അപ്പോൾ ഇത് വളരെ ഈസി ക്വസ്റ്റ്യനാണ്. കുട്ടികളത് ശ്രദ്ധിക്കുക. വളരെ പെട്ടെന്ന് ഈസി ആയിട്ട് മാർക്ക് വാങ്ങാൻ പറ്റുന്ന ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യനാണ്. എക്സാമിന് വന്നാൽ എന്തായാലും മാർക്ക് കിട്ടാവുന്ന റേറ്റാണ്. അടുത്തത് ഇല്ലസ്ട്രേഷൻ 4 ആണ്. പേജ് നമ്പർ 58 ഇല്ലസ്ട്രേഷൻ 4 ആണ്. ഞാനൊന്ന് വായിക്കാം, കുട്ടികൾ ശ്രദ്ധിക്കുക. ഇത് ഇത്തിരി ടഫായിട്ടുള്ളൊരു ക്വസ്റ്റ്യനാണ്. ടഫ് എന്നല്ല, ഇതൊരു ലോജിക്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യനാണ്. ഈ ലോജിക്ക് കിട്ടിയില്ലെങ്കിൽ ഇത് ചെയ്യാൻ പറ്റില്ല, അങ്ങനെയാണ്. എ ലോറി ലോഡ്, ഇത് പല പ്രാവശ്യം യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചിട്ടുള്ളതാണ്. എ ലോറി ലോഡ് ഓഫ് മെറ്റീരിയൽസ് ഓഫ് മിക്സഡ് ഗ്രേഡ് വാസ് പർച്ചേസ്ഡ് ഫോർ ₹90,000. അതായത് ഒരു ലോഡ് മെറ്റീരിയൽസ് നമ്മൾ മിക്സഡ് ഗ്രേഡിൻ്റെ മെറ്റീരിയൽസ് നമ്മൾ പർച്ചേസ് ചെയ്തു. എന്നാൽ മിക്സഡ് ഗ്രേഡ് എന്ന് പറഞ്ഞാൽ അതിൽ പല ഗ്രേഡ് മെറ്റീരിയൽസ് ഉണ്ട്. ദേ ആർ സോർട്ടഡ് ഇൻ ടു ഫോളോയിങ് ഗ്രേഡ്സ് ഹൂസ് മാർക്കറ്റ് റേറ്റ് ഈസ് ഷോൺ അഗെയിൻസ്റ്റ് ഈച്ച്. അതെന്ത് ചെയ്യാം, അത് ഓരോന്നിൻ്റെയും റേറ്റ് താഴെ പറഞ്ഞിട്ടുണ്ട്, കുട്ടികൾ ശ്രദ്ധിക്കുക. ഗ്രേഡ് എ 4500 യൂണിറ്റ്, അതിൻ്റെ സെല്ലിംഗ് പ്രൈസ് എന്ന് പറയുന്നത് 12 രൂപയാണ്. ഗ്രേഡ് ബി 3600 യൂണിറ്റ്, അതിൻ്റെ സെല്ലിംഗ് പ്രൈസ് എന്ന് പറയുന്നത് 10 രൂപയാണ്. ഗ്രേഡ് സി 2000 യൂണിറ്റ്സ്, അതിൻ്റെ സെല്ലിംഗ് പ്രൈസ് എന്ന് പറയുന്നത് 5 രൂപയാണ്. ഫൈൻഡ് ഔട്ട് ദ പർച്ചേസ് പ്രൈസ് പെർ യൂണിറ്റ് ഓഫ് ഈച്ച് ഗ്രേഡ് ഓഫ് മെറ്റീരിയൽ അസ്യൂമിങ് ഓൾ ഗ്രേഡ്സ് yield ദ സെയിം റേറ്റ് ഓഫ് പ്രോഫിറ്റ്. ഇതാണ് നമുക്കൊരു പിടിവള്ളിയുള്ളത്. കാരണം എല്ലാ ഗ്രേഡിനും ഒരേ പ്രോഫിറ്റാണ്. എല്ലാ ഗ്രേഡിനും ഒരേ പ്രോഫിറ്റാണ് ഇതിൽ പറയുന്നത്. മനസ്സിലായല്ലോ? അതാണ് നമുക്കൊരു ഈ പ്രോബ്ലം ചെയ്യാനുള്ളൊരു ലിങ്ക് എന്ന് പറയുന്ന അതാണ്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ആദ്യം നമുക്ക് ഇവിടെ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ്റെ ഒരു കാര്യം നോക്കാം നമുക്ക്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിൽ നമ്മളോട് ചോദിച്ചിട്ടുള്ളത് ക്വസ്റ്റ്യൻ്റെ അല്ലെങ്കിൽ മെറ്റീരിയൽസിൻ്റെ പർച്ചേസ് പ്രൈസാണ് ചോദിച്ചിട്ടുള്ളത്. നമുക്ക് പർച്ചേസ് പ്രൈസ് കാണാൻ നമുക്കിവിടെ യാതൊരു ഡീറ്റെയിൽസും തന്നിട്ടില്ല. പക്ഷേ പർച്ചേസ് പ്രൈസ് കാണുന്നതിന് പകരം നമുക്ക് തന്നിട്ടുള്ള സെല്ലിംഗ് പ്രൈസാണ്. സെല്ലിംഗ് പ്രൈസ് വെച്ചിട്ട് നമുക്ക് എന്ത് കാണാം, ഈ പ്രോഡക്റ്റിൻ്റെ ടോട്ടൽ സെല്ലിംഗ് പ്രൈസ് കാണാം. പിന്നീട് എന്ത് ചെയ്യാം, ഇതിൻ്റെ പ്രോഫിറ്റ് പെർസെൻറ്റേജ് വെച്ച് നമുക്ക് ഓരോന്നിൻ്റെയും പ്രോഫിറ്റ് പെർസെൻറ്റേജ് കാൽക്കുലേറ്റ് ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാം, എല്ലാത്തിൻ്റെയും പ്രോഫിറ്റ് പെർസെൻറ്റേജ് സെയിം ആണല്ലോ, അത് വെച്ച് നമുക്ക് എന്ത് ചെയ്യാം, ഓരോന്നിൻ്റെയും കോസ്റ്റ് കണ്ടുപിടിക്കാം. ഇതാണ് ഇതിൻ്റെ സമ്മറി. പക്ഷേ നമുക്ക് ഇത്തരം ഒരു ക്വസ്റ്റ്യൻ ഒറ്റ നോട്ടത്തിൽ തരുമ്പോൾ നമുക്കത് പെട്ടെന്ന് മനസ്സിലാവില്ല. അപ്പോൾ ആദ്യം ചെയ്യേണ്ടത് ഓരോന്നിൻ്റെയും സെല്ലിംഗ് പ്രൈസുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് ടോട്ടൽ സെല്ലിംഗ് പ്രൈസ് കണ്ടുപിടിക്കാം. ടോട്ടൽ സെല്ലിംഗ് പ്രൈസ് കണ്ടുപിടിച്ചിട്ട് ടോട്ടൽ കോസ്റ്റ് അതിൽ നിന്ന് കുറയ്ക്കുക. അപ്പോൾ ടോട്ടൽ പ്രോഫിറ്റ് കിട്ടും. ടോട്ടൽ പ്രോഫിറ്റ് വെച്ചിട്ട് പ്രോഫിറ്റിൻ്റെ പെർസെൻറ്റേജ് കണ്ടുപിടിക്കാം. ആ പെർസെൻറ്റേജ് ഓരോന്നിൻ്റെയും മുകളിൽ അപ്ലൈ ചെയ്താൽ എന്ത് കിട്ടും, അതിൻ്റെ കോസ്റ്റ് പ്രൈസ് കിട്ടും കേട്ടോ. അത്രയേ ഉള്ളൂ. വളരെ ലോജിക്ക് ഉപയോഗിച്ച് വളരെ സിമ്പിളാണ്. അല്ലെങ്കിൽ നമുക്ക് ഇത് പഠിക്കാൻ ബുദ്ധിമുട്ടാണ്. അങ്ങനത്തെ ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണ്. എന്തായാലും നമുക്ക് ആദ്യം തന്നെ ഒരു കാര്യം ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ അസ്യൂം ഓൾ മെറ്റീരിയൽസ് പർച്ചേസ്ഡ് ആർ സോൾഡ്. എല്ലാ മെറ്റീരിയൽസ് വാങ്ങിയതും സെയിൽ നടത്തി, അതായത് ക്ലോസിംഗ് സ്റ്റോക്ക് ഇല്ല എന്ന് അസ്യൂം ചെയ്യാം അല്ലേ. അപ്പോൾ സെല്ലിംഗ് പ്രൈസ് എത്രയാണ്, ടോട്ടൽ സെയിൽസ് എമൗണ്ട് എങ്ങനെ കാണാം, എ എന്നുള്ള ഗ്രേഡ് എ മെറ്റീരിയൽസിന് 4500 × 12, സെല്ലിംഗ് പ്രൈസ് 12 രൂപയാണ്. 4500 × 12 എമൗണ്ട് എത്രയാണ്, 54,000. വലതുവശത്തേക്ക് നീക്കി എഴുതാം. ബിക്ക് 3600 × 10 റൈറ്റ് ഹാൻഡ് സൈഡിലേക്ക് നീക്കി എഴുതുക, 36,000. സിക്ക് 2000 × 5 അതും റൈറ്റ് ഹാൻഡ് സൈഡിലേക്ക് നീക്കി എഴുതുക, 10,000. അപ്പോൾ ടോട്ടൽ സെല്ലിംഗ് പ്രൈസ് കിട്ടും, സെയിൽസ് പ്രൈസ് ടോട്ടൽ കിട്ടും. അത് 1 lakh ആണ്. 1,00,000 രൂപയാണ് ടോട്ടൽ പ്രൈസ് എന്ന് പറയുന്നത്. ഇനി നമ്മൾ എന്ത് ചെയ്യുക, ടോട്ടൽ സെല്ലിംഗ് പ്രൈസ് ഈസ് ഈക്വൽ ടു 1 lakh അല്ലേ. ഇനി എന്ത് ചെയ്യുക, അതിൽ നിന്ന് നമ്മുടെ കോസ്റ്റ് എത്രയാണ്, ലെസ് ടോട്ടൽ പർച്ചേസ് പ്രൈസ് എത്രയാണ്, അല്ലെങ്കിൽ ടോട്ടൽ കോസ്റ്റ് എത്രയാണ്, 90,000. 1,00,000 നിന്ന് 90,000 രൂപ കുറയ്ക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടി, ടോട്ടൽ പ്രോഫിറ്റ് എന്ന് പറയുന്നത് 1 lakh നിന്ന് 90,000 കുറയ്ക്കുമ്പോൾ കിട്ടുന്ന 10,000 രൂപയാണ് നമ്മുടെ ടോട്ടൽ പ്രോഫിറ്റ് അല്ലേ. ഇനി എന്ത് ചെയ്യുക, പെർസെൻറ്റേജ് ഓഫ് പ്രോഫിറ്റ് ഓൺ സെയിൽസ്, സെയിൽസിൻ്റെ മുകളിൽ എത്ര ശതമാനമാണ് പെർസെൻറ്റേജ് ഓഫ് പ്രോഫിറ്റ് എന്നറിയാൻ എന്ത് ചെയ്താൽ മതി, പ്രോഫിറ്റ് ഡിവൈഡഡ് ബൈ സെയിൽസ് ഇൻറ്റു 100. പ്രോഫിറ്റ് എത്രയാണ്, 10,000 അല്ലേ. 10,000 ഡിവൈഡ് ബൈ 1 lakh ഇൻറ്റു 100. അപ്പോൾ നമുക്ക് മനസ്സിലായി 10% ആണ് നമ്മുടെ
പെർസെൻറ്റേജ് ഓഫ് പ്രോഫിറ്റ് ഓൺ സെയിൽസ് എന്ന് പറയുന്നത് എത്രയാണ്? 10% അല്ലേ? അപ്പോൾ എല്ലാ ഗ്രേഡിനും ഒരേ പെർസെൻറ്റേജ് ഓഫ് പ്രോഫിറ്റ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്താൽ മതി? പർച്ചേസ് പ്രൈസ് പെർ യൂണിറ്റ് അറിയാൻ വേണ്ടി എന്ത് ചെയ്താൽ മതി? സെയിൽസ് പ്രൈസ് പെർ യൂണിറ്റ് മൈനസ് പ്രോഫിറ്റ് അല്ലേ? സെയിൽസ് പ്രൈസ് പെർ യൂണിറ്റ് മൈനസ് പ്രോഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? നമുക്ക് ഓരോന്നിൻ്റെയും കോസ്റ്റ് പ്രൈസ് കിട്ടും അല്ലേ? ഇതാണ് താഴെ എഴുതുക. എന്താണ്? സെല്ലിംഗ് ഗ്രേഡ് എ എന്നുള്ള ഹെഡിങ് കൊടുക്കുക. സെല്ലിംഗ് പ്രൈസ് പെർ യൂണിറ്റ് 12 രൂപയാണ് സെല്ലിംഗ് പ്രൈസ് അല്ലേ? ലെസ് പ്രോഫിറ്റ്. പ്രോഫിറ്റ് എന്ന് പറയുന്നത് എത്രയാണ്? സെല്ലിംഗ് പ്രൈസിൻ്റെ 10% പ്രോഫിറ്റ്. അപ്പോൾ എന്ത് ചെയ്യുക? 12 രൂപയാണ് സെല്ലിംഗ് പ്രൈസ് എന്നുണ്ടെങ്കിൽ അതിൻ്റെ 10%, 12ൻ്റെ 10% എന്ന് പറയുമ്പോൾ 1.20 അല്ലേ? അപ്പോൾ 12ൻ്റെ താഴെ നമുക്ക് എന്ത് ചെയ്യുക? 1 രൂപ 20 പൈസ എഴുതുക. അപ്പോൾ 10 രൂപ 80 പൈസ. 10 രൂപ 80 പൈസയാണ് നമ്മുടെ എന്തിൻ്റെ കോസ്റ്റ് എന്ന് പറയുന്നത്? ഗ്രേഡ് എയുടെ കോസ്റ്റ്. ഇനി ഗ്രേഡ് ബി. ഗ്രേഡ് ബി എന്ന് പറയുന്നത് എന്താണ്? സെല്ലിംഗ് പ്രൈസ് പെർ യൂണിറ്റ് 10 രൂപയാണ് അല്ലേ? സെല്ലിംഗ് പ്രൈസ് പെർ യൂണിറ്റ് 10 രൂപ ലെസ് പ്രോഫിറ്റ് 10%. 10ൻ്റെ 10% എന്ന് പറയുന്നത് എത്രയാണ്? 1 രൂപ എന്താണ് പ്രോഫിറ്റ് കുറയ്ക്കുക. അപ്പോൾ 9 രൂപയാണ് എന്തായിട്ട് വരിക? ഈ ഗ്രേഡ് ബിയുടെ കോസ്റ്റ് പ്രൈസ് എന്ന് പറയുന്നത്. ഇനി ഗ്രേഡ് സി. ഗ്രേഡ് സിയുടെ സെല്ലിംഗ് പ്രൈസ് പെർ യൂണിറ്റ് എത്രയാണ്? 5 രൂപയാണ്. ലെസ് പ്രോഫിറ്റ് 10% എന്ന് പറയുമ്പോൾ 5 രൂപയുടെ 10% എന്ന് പറഞ്ഞാൽ എത്രയാണ്? 50 പൈസയാണ്. അത് കുറയ്ക്കുമ്പോൾ 4 രൂപ 50 പൈസയാണ് നമ്മുടെ എന്തായിട്ട് പറയുന്നത്? കോസ്റ്റ് പ്രൈസ് ആയിട്ട് വരുന്നത്. അപ്പോൾ ഇത് വളരെ എളുപ്പമാണ് ചെയ്യാൻ, പക്ഷേ ഈ ലോജിക്ക് കിട്ടിയില്ലെങ്കിൽ ഇത് നമുക്ക് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഞാൻ ഒന്നുകൂടി പറയാം. ഇവിടെ നമുക്ക് തന്നിട്ടുള്ളത് ഒരു ലോഡ് മെറ്റീരിയൽസ് പർച്ചേസ് ചെയ്തു. ആ ലോഡ് മെറ്റീരിയൽസ് പർച്ചേസ് ചെയ്ത് അത് സോർട്ട് ചെയ്ത് നോക്കിയപ്പോൾ നമുക്ക് മനസ്സിലായി ഗ്രേഡ് എ മെറ്റീരിയൽസ് 4500 യൂണിറ്റ് ഉണ്ട്, ഗ്രേഡ് ബി മെറ്റീരിയൽസ് 3600 യൂണിറ്റ് ഉണ്ട്, ഗ്രേഡ് സി മെറ്റീരിയൽസ് 2000 യൂണിറ്റ് ഉണ്ട്. എയുടെ സെല്ലിംഗ് പ്രൈസ് 12 രൂപ, ബിയുടെ സെല്ലിംഗ് പ്രൈസ് 10 രൂപ, സിയുടെ സെല്ലിംഗ് പ്രൈസ് 5 രൂപ അല്ലേ? ഇനി നമ്മളോട് ചോദിച്ചിട്ടുള്ളത് ഫൈൻഡ് ഔട്ട് ദ പർച്ചേസ് പ്രൈസ് പെർ യൂണിറ്റ് അല്ലേ? പർച്ചേസ് പ്രൈസ് പെർ യൂണിറ്റ് എത്രയാണ്? ഓരോ ഗ്രേഡ് മെറ്റീരിയലിൻ്റെയും പർച്ചേസ് പ്രൈസ് എത്രയാണ്? അസ്യൂമിങ് ദാറ്റ് എന്താണ് ഓൾ ഗ്രേഡ്സ് ഈൽഡ് ദ സെയിം റേറ്റ് ഓഫ് പ്രോഫിറ്റ്. എന്ത് അസ്യൂം ചെയ്തിട്ട്? എല്ലാ ഗ്രേഡും എന്താണ് ഒരേ സെയിം പ്രോഫിറ്റാണ് ഈൽഡ് ചെയ്യുന്നത്. സെയിം പ്രോഫിറ്റാണ് ഓരോ എന്താണ് ഗ്രേഡിനും എന്ത് ചെയ്യുന്നത്? അവരുടെ പെർസെൻറ്റേജ് ഓഫ് പ്രോഫിറ്റ് സെയിം ആണെന്ന് അസ്യൂം ചെയ്ത് ചെയ്യണമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്കിവിടെ തന്നിട്ടുള്ളത് സെല്ലിംഗ് പ്രൈസ് തന്നിട്ടുണ്ട് ഓരോന്നിൻ്റെയും, അതുപോലെ തന്നെ ടോട്ടൽ കോസ്റ്റ് തന്നിട്ടുണ്ട്. പക്ഷേ ഓരോന്നിൻ്റെയും കോസ്റ്റ് കണ്ടുപിടിക്കണം, ഓരോ യൂണിറ്റിൻ്റെയും കോസ്റ്റ് കണ്ടുപിടിക്കണം. അതാണ് നമ്മുടെ അവിടെ പോയിൻ്റ്. അപ്പോൾ ഇത്തരം ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഈ എ ഗ്രേഡിൻ്റെയും ബി ഗ്രേഡിൻ്റെയും സി ഗ്രേഡിൻ്റെയും എന്ത് കാണണം? ടോട്ടൽ സെല്ലിംഗ് പ്രൈസ് കാണണം, സെയിൽസ് പ്രൈസ് കാണണം. ടോട്ടൽ കാണാൻ എളുപ്പമാണ്. ക്വാണ്ടിറ്റി അല്ലെങ്കിൽ യൂണിറ്റ്സ് ഇൻറ്റു സെല്ലിംഗ് പ്രൈസ് ചെയ്താൽ മതി. അങ്ങനെ ടോട്ടൽ സെല്ലിംഗ് പ്രൈസ് കണ്ടതിന് ശേഷം അതിൽ നിന്ന് ടോട്ടൽ കോസ്റ്റ് കുറയ്ക്കുക. അപ്പോൾ നമുക്ക് ടോട്ടൽ പ്രോഫിറ്റ് കിട്ടും. ഇനി എന്ത് ചെയ്യുക? ആ ടോട്ടൽ പ്രോഫിറ്റിൻ്റെ പെർസെൻറ്റേജ് ഓഫ് പ്രോഫിറ്റ് എത്രയാണെന്ന് നോക്കുക. ആ പെർസെൻറ്റേജ് ഓഫ് പ്രോഫിറ്റ് എല്ലാത്തിൻ്റെ സെല്ലിംഗ് പ്രൈസിൽ നിന്ന് പ്രോഫിറ്റ് കുറച്ചാൽ എന്ത് കിട്ടും? കോസ്റ്റ് കിട്ടും. മനസ്സിലായോ? അങ്ങനെയാണ് ഈ ക്വസ്റ്റ്യൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതൊരു വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യനാണ്. പല പ്രാവശ്യം ഇത് യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചിട്ടുള്ളതാണ്. അപ്പോൾ കുട്ടികളിത് നോട്ട് ചെയ്യുക, നന്നായിട്ട് ഇത് ശ്രദ്ധിച്ച് പഠിക്കുക തന്നെ വേണം. അടുത്തത് നമുക്ക് കിടക്കേണ്ടത്, ഇപ്പോൾ നമ്മൾ ഇതുവരെ പഠിച്ചേർന്നത് ഈ ക്വസ്റ്റ്യൻ വരെ പഠിച്ചത് മെറ്റീരിയൽ കൺട്രോളിലെ പർച്ചേസ് കൺട്രോൾ എന്നുള്ള ടോപ്പിക്കാണ്. നമുക്കറിയാമല്ലോ മെറ്റീരിയൽ കൺട്രോളിനെ നമുക്ക് പർച്ചേസ് കൺട്രോൾ, സ്റ്റോഴ്സ് കൺട്രോൾ, ഇഷ്യൂ കൺട്രോൾ എന്നുള്ള 3 കൺട്രോളായിട്ട് ഡിവൈഡ് ചെയ്യണം അല്ലേ? അപ്പോൾ ആദ്യം കോസ്റ്റിനെ 3 പ്രധാനപ്പെട്ട എലിമെൻറ്റ്സ് ആണുള്ളത്. എന്താണ്? മെറ്റീരിയൽസ്, ലേബർ, എക്സ്പെൻസസ്. ഇതിൽ മെറ്റീരിയൽസ് എന്നുള്ള എലിമെൻറ്റിൻ്റെ ഒരു ടോട്ടൽ സ്റ്റഡി എക്സ്പ്ലെയിൻ ചെയ്യുന്നൊരു ചാപ്റ്ററാണ് മെറ്റീരിയൽസ് എന്ന് പറയുന്നത്. അപ്പോൾ മെറ്റീരിയൽസ് കൺട്രോൾ എന്ന് പറയുന്നതാണ് പ്രധാനപ്പെട്ട ഒരു ടോപ്പിക് ഇതിൽ പഠിക്കാനുള്ളത്. മെറ്റീരിയൽസ് കൺട്രോൾ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ മെറ്റീരിയൽസ് കൺട്രോളിനെ 3 സെക്ഷൻസ് ആയിട്ട് ഡിവൈഡ് ചെയ്യാം. ഒന്ന്, മെറ്റീരിയൽ പർച്ചേസ് ചെയ്യുമ്പോൾ തന്നെ നമ്മൾ എന്ത് ചെയ്യണം? മെറ്റീരിയൽസ് പർച്ചേസ് ചെയ്യുമ്പോൾ തന്നെ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്ന കൺട്രോൾ ഇങ്ങനെയാണ് മെറ്റീരിയൽസ് പർച്ചേസ് കൺട്രോൾ എന്ന് പറയുന്നത്. അതിപ്പോൾ കഴിഞ്ഞു, മനസ്സിലായല്ലോ. അടുത്ത കൺട്രോൾ എന്ന് പറയുന്നത് രണ്ടാമത്തെ സെക്ഷൻ എന്ന് പറയുന്നതാണ് ഇവിടെ സ്റ്റോഴ്സ് കൺട്രോൾ. എങ്ങനെയാണ് മെറ്റീരിയൽസ് സ്റ്റോർ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്? അപ്പോൾ സ്റ്റോർ കൺട്രോൾ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ കൺട്രോൾ ഓവർ സ്റ്റോറേജ് ഓഫ് മെറ്റീരിയൽസ് സ്റ്റോർ ചെയ്യുന്നത് കൃത്യമായിട്ടാണോ എന്ന് മനസ്സിലാക്കുക, അല്ലെങ്കിൽ അത് കൺട്രോൾ ചെയ്യുക എന്നുള്ളതാണ് സ്റ്റോഴ്സ് കൺട്രോളിൻ്റെ പ്രത്യേകത. നേരത്തെ പറഞ്ഞോളൂ, ഏതൊരു കാര്യവും സക്സസ് ആവണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ എല്ലാ
ഭാഗങ്ങളും എല്ലാ ഏരിയാസും ക്ലിയർ ആവണം. അതുപോലെ ഇവിടെ നമ്മൾ പറയുന്നത് എന്താണ്, സ്റ്റോഴ്സ് കൺട്രോൾ കൃത്യമാവണമെന്നുണ്ടെങ്കിൽ എന്താണ്, അവിടെ ഒരു സ്റ്റോഴ്സ് കൺട്രോൾ സിസ്റ്റം ഉണ്ടായിരിക്കണം, ഒരു സ്റ്റോർ കീപ്പർ ഉണ്ടായിരിക്കണം, അപ് ടു ഡേറ്റ് ആയിട്ടുള്ള എന്താണ് ഇൻഫർമേഷൻ കീപ്പ് ചെയ്യുന്നൊരു സിസ്റ്റം അവിടെ ഉണ്ടായിരിക്കണം, മാക്സിമം ലോസസും അതുപോലെ തന്നെ എക്സ്പെൻസസൊക്കെ മിനിമൈസ് ചെയ്യുന്ന ടെക്നീക്സ് ആയിരിക്കണം അവിടെ ഉണ്ടായിരിക്കേണ്ടത്. ഇതാണ് ആമുഖമായിട്ട് പറയാനുള്ളത്. അടുത്തത് ടൈപ്സ് ഓഫ് സ്റ്റോഴ്സ് ആണ്. ടൈപ്സ് ഓഫ് സ്റ്റോഴ്സ് എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണ്, നമുക്ക് പ്രധാനമായിട്ടും 3 ടൈപ്പ് ഓഫ് സ്റ്റോഴ്സ് ആണുള്ളത്. ഒന്ന് സെൻട്രലൈസ്ഡ് സ്റ്റോർ. സെൻട്രലൈസ്ഡ് സ്റ്റോർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഒരു കമ്പനിക്ക് പല ഡിപ്പാർട്ട്മെൻറ്റ് ഉണ്ടായിരിക്കാം, പല പ്ലാന്റുകൾ ഉണ്ടായിരിക്കാം, രാജ്യത്തിൻ്റെ പല സ്ഥലങ്ങളിൽ അവരുടെ ഫാക്ടറീസും പ്ലാന്റുകളൊക്കെ ഉണ്ടായിരിക്കാം. അതിനൊക്കെ സപ്ലൈ ചെയ്യുന്ന അല്ലെങ്കിൽ എന്താണ് സ്റ്റോർ ചെയ്യുന്ന അതിനൊക്കെയുള്ള പ്രോഡക്ട്സ് മെറ്റീരിയൽസ് ഒക്കെ അവർ സ്റ്റോർ ചെയ്യുന്ന ഒരു സെൻട്രലൈസ്ഡ് സ്റ്റോർ ആയിരിക്കും. അതിനെയാണ് സെൻട്രലൈസ്ഡ് സ്റ്റോർ എന്ന് പറയുന്നത്. ഇനി ഡീസെൻട്രലൈസ്ഡ് സ്റ്റോർ എന്ന് പറഞ്ഞാൽ എന്താ, വികേന്ദ്രീകരണമാണ്. പല എവിടെയൊക്കെ യൂണിറ്റ് ഉണ്ടോ അവിടെയൊക്കെ ഒരു സ്റ്റോറിങ് യൂണിറ്റ് ഉണ്ടാവും. അതിനെയാണ് ഡീസെൻട്രലൈസ്ഡ് സ്റ്റോഴ്സ് എന്ന് പറയുന്നത്. ഇനി സെൻട്രൽ സ്റ്റോർ വിത്ത് സബ് സ്റ്റോർ. സെൻട്രൽ സ്റ്റോർ ഉണ്ട്, ദെൻ പല ഏരിയയിലും ഏതാനും ചില ഏരിയയിൽ അവർക്ക് സബ് സ്റ്റോറും ഉണ്ട്. അങ്ങനത്തെ മെത്തേഡാണ് തേർഡ് മെത്തേഡ്. ഇനി നമുക്ക് ഇതിനൊക്കെയായിട്ട് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുള്ളതാണ്. അപ്പോൾ ഇതൊരു എസ്സേക്കൊക്കെ വരാവുന്നൊരു ടോപ്പിക്കാണ്. വാട്ട് ആർ ദ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സ്റ്റോഴ്സ് എന്നും വാട്ട് ആർ ദ അഡ്വാൻറ്റേജസ് ഓഫ് എന്താണ് സ്റ്റോഴ്സ് എന്നും അതുപോലെ തന്നെ വാട്ട് ആർ ദ ഡിഫറൻസസ് ബിറ്റ്വീൻ സെൻട്രലൈസ്ഡ് സ്റ്റോർ ആൻഡ് ഡീസെൻട്രലൈസ്ഡ് സ്റ്റോർ എന്നൊക്കെയുള്ള ക്വസ്റ്റ്യൻസ് വരാൻ സാധ്യതയുള്ളതാണ്. എന്തായാലും കുട്ടികൾ എന്ത് ചെയ്യുക, നമുക്ക് സെൻട്രലൈസ്ഡ് സ്റ്റോർ എന്താണെന്ന് നോക്കാം. Centralized stores refers to a system in which all materials are stored in one central stores department. ഒരു സെൻട്രൽ സ്റ്റോഴ്സ് ഡിപ്പാർട്ട്മെൻറ്റിൽ സ്റ്റോർ ചെയ്യുന്ന ഒരു സിസ്റ്റത്തിനെയാണ് എന്തായിട്ട് പറയുന്നത്, സെൻട്രലൈസ്ഡ് സ്റ്റോർ സിസ്റ്റം എന്ന് പറയുന്നത്. അണ്ടർ ദിസ് സിസ്റ്റം ഓൾ മെറ്റീരിയൽസ് ആർ റിസീവ്ഡ് ബൈ ആൻഡ് ഇഷ്യൂഡ് ഫ്രം വൺ സ്റ്റോഴ്സ് ഡിപ്പാർട്ട്മെൻറ്റ്. അല്ലേ, കൂടുതൽ പറയാനില്ല. ഒരു ഡിപ്പാർട്ട്മെൻറ്റിലാണ് എല്ലാവരും ഇഷ്യൂ ചെയ്യുന്നു റിസീവ് ചെയ്യുന്നതൊക്കെ ഒരൊറ്റ ഡിപ്പാർട്ട്മെൻറ്റിലാണ്. അത്തരം സ്റ്റോർ സിസ്റ്റത്തിനെയാണ് നമ്മൾ എന്തായിട്ട് പറയുന്നത്, സെൻട്രലൈസ്ഡ് സ്റ്റോർ സിസ്റ്റം എന്ന് പറയുന്നത്. ഇനി ഇതിൻ്റെ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണെന്ന് നോക്കാം. അഡ്വാൻറ്റേജസ് ബെറ്റർ സൂപ്പർവിഷൻ ആൻഡ് കൺട്രോൾ. വളരെ നല്ല എന്താണ് സൂപ്പർവിഷനും കൺട്രോളും ചെയ്യാൻ സാധിക്കുന്നത്. എന്താ കാരണം, സെൻട്രലൈസ്ഡ് സിസ്റ്റമാണ്. അപ്പോൾ ഒരു വലിയ അല്ലെങ്കിൽ എന്താണ് ഒരു പ്രധാനപ്പെട്ട ഒരു ഓഫീസറെ തന്നെ ഒരു അപ്പോയിൻമെൻറ്റ് അല്ലെങ്കിൽ എന്താണ് ഒരു സൂപ്പർവൈസറെ തന്നെ അവിടെ നിയമിച്ച് കഴിഞ്ഞാൽ അത് ബെറ്റർ എന്താണ് സൂപ്പർവിഷന് സാധ്യമാവുന്നു. 2 ബെറ്റർ ലേ ഔട്ട് ഓഫ് സ്റ്റോഴ്സ് ഈസ് പോസിബിൾ. നല്ല ലേ ഔട്ട്, നല്ല അറേഞ്ച്മെൻറ്റ്സിൽ വ്യക്തമായിട്ടുള്ള സുരക്ഷിതമായിട്ടുള്ള എന്താണ് ഈ എന്താണ് ലേ ഔട്ട് കൃത്യമായിട്ടുള്ള എന്താണ് ഒരുക്കങ്ങളോട് കൂടിയിട്ടുള്ള സ്ഥലത്ത് ഇത് സ്റ്റോർ ചെയ്യാൻ സാധിക്കുന്നു. ലെസ് സ്റ്റോറേജ് സ്പേസ് ഈസ് റിക്വയർഡ്. സെൻട്രലൈസ്ഡ് സ്റ്റോറിനാണെങ്കിൽ ഒരു സ്ഥലത്തേ വേണ്ടൂ അല്ലേ, എല്ലാം കൂടി ഒരു കുടക്കീഴിലാവുമ്പോൾ എന്താണ് ഓരോന്നിനും സ്റ്റോറേജ് സ്പേസ് അതിന് മാത്രം വേണ്ടി വരില്ല. ഫെസിലിറ്റീസ് മിനിമം ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ സ്റ്റോർ അല്ലേ. എപ്പോഴും സെൻട്രലൈസ്ഡ് സ്റ്റോറിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ മിനിമം ഇൻവെസ്റ്റ്മെൻറ്റേ വേണ്ടൂ. ഒരുപാട് വാങ്ങി സ്റ്റോക്ക് ചെയ്യുന്നൊരു പരിപാടി ഉണ്ടാവില്ല അവിടെ. വളരെ ചെറിയ തോതിലൊരു മിനിമം ലെവലിലാണ് സ്റ്റോക്ക് ഉണ്ടാവുള്ളൂ. 5 മിനിമൈസ് സ്റ്റോറേജ് കോസ്റ്റ് ഡ്യൂ ടു ഇക്കണോമി ഇൻ സ്പേസ് സ്റ്റാഫ് ആൻഡ് സ്റ്റേഷനറി. ഇതിലൊക്കെ കുറവാണ് അല്ലേ. എല്ലാം കൂടി ഒന്നിച്ച് ചെയ്യുമ്പോൾ സെപ്പറേറ്റ് സ്റ്റാഫിൻ്റെ ആവശ്യമില്ല. അവിടെ അത്യാവശ്യം വേണ്ടുന്ന സ്റ്റാഫ് ഉണ്ടായി കഴിഞ്ഞാൽ അതിലൊക്കെ ഇക്കണോമിക്കലായിരിക്കും നമുക്കെന്ന് പറയുന്നത്. 6 റെഗുലർ സപ്ലൈ ഓഫ് മെറ്റീരിയൽസ് ഫോർ പ്രൊഡക്ഷൻ ഈസ് ഫെസിലിറ്റേറ്റഡ്. റെഗുലറായിട്ട് സപ്ലൈ നമുക്ക് എന്താണ് പ്രൊഡക്ഷൻ മുടങ്ങാത്ത രീതിയിലുള്ള സപ്ലൈ നമുക്ക് ഉറപ്പുവരുത്താൻ സാധിക്കുന്നു. 7ാമത്തെ പോയിൻ്റ് ഈസി സ്റ്റോക്ക് ടേക്കിംഗ് ഈസ് പോസിബിൾ. വളരെ ഈസി ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, സ്റ്റോക്ക് ടേക്കിംഗ് നടത്താം. ബെറ്റർ സേഫ്റ്റി ആൻഡ് സെക്യൂരിറ്റി ഓഫ് സ്റ്റോക്ക്. ഓരോ എന്താണ് സെക്യൂരിറ്റി എന്താണ് നിർബന്ധമായിട്ട് നമുക്ക് നടപ്പിലാക്കാനും വളരെ സേഫ്റ്റി മെഷേഴ്സ് എടുക്കാനൊക്കെ നമുക്ക് സാധിക്കുന്നു. ബെറ്റർ ഫോർകാസ്റ്റിംഗ് ഓഫ് റിക്വയർമെൻറ്റ്സ് ഓഫ് മെറ്റീരിയൽസ്. മുൻകൂട്ടി കാണാൻ സാധിക്കുന്നു. ഏതെങ്കിലും മെറ്റീരിയൽസ് കഴിയുകയാണെങ്കിൽ അത് ഏതൊക്കെ മെറ്റീരിയൽസ് ആണെന്ന് നമുക്ക് നേരത്തെ കൂട്ടി അറിയാൻ സാധിക്കുന്നു. എന്താ കാരണം, എല്ലാം നമ്മൾ സ്റ്റോർ ചെയ്യുന്ന ഒരേ സ്പേസിലാണ്. അപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് കുറവുള്ള ഐറ്റംസ് പെട്ടെന്ന് തന്നെ നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കും. ലെസ് ഒബ്സൊലേറ്റ് സ്റ്റോഴ്സ് ആൻഡ് ക്വിക്ക് ഡിറ്റക്ഷൻ ഓഫ് സ്ലോ മൂവിങ് ഐറ്റംസ്. അത് വളരെ എന്താണ് കേടുവരാവുന്ന ഐറ്റംസ് ഏതൊക്കെയാണെന്നും അതുപോലെ തന്നെ സ്ലോ മൂവിങ് ഐറ്റംസ് ഏതാണ്, അത് അധികം പോകുന്ന ഐറ്റം അല്ല, അതങ്ങനെ ഉപയോഗത്തിൽ വരുന്ന ഐറ്റം അല്ല എന്ന് അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും, ചില ഐറ്റംസിനെ നമുക്ക് മാറ്റി നിർത്താനും അത് കുറച്ച് ഓർഡർ ചെയ്യാനൊക്കെ നമുക്ക് എന്ത് ചെയ്യുന്നു അവിടെ സാധിക്കുന്നു. ഇനി ഇതിൻ്റെ ഡിസഡ്വാൻറ്റേജ് ആണ്
മോർ ഡിലേ ഇൻ ദ ഇഷ്യൂ ഓഫ് മെറ്റീരിയൽസ്. ഡിലേ വരുന്നു. കാരണം എന്താ വെച്ചാൽ സെൻട്രലൈസ്ഡ് സ്റ്റോർ ആകുമ്പോൾ ഒരുപാട് ഐറ്റംസ് അവിടെ ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് സ്വാഭാവികമായിട്ടും ഡിലേ സംഭവിക്കുന്നു. ഹയർ ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് ബോത്ത് ഇൻറ്റേർണൽ ആൻഡ് എക്സ്റ്റേണൽ, അല്ലേ? ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് ഹയർ ആയിരിക്കും. കാരണം എന്താ, എക്സ്റ്റേണൽ ആയിട്ടെന്ന് പറഞ്ഞാൽ ഇത് വാങ്ങി നമ്മുടെ സ്റ്റോറിലേക്ക് എത്തിക്കാനും ഒരുപാട് സമയം വരും. അതുപോലെ തന്നെ നമ്മൾ ഇൻറ്റേർണലായിട്ട് സപ്ലൈ ചെയ്യാനും കുറേയധികം സമയം നമുക്കിവിടെ വേണ്ടി വരുന്നു. പ്രൊഡക്ഷൻ സ്റ്റോപ്പേജ് ഡ്യൂ ടു ബ്രേക്ക് ഡൗൺ ഓഫ് ട്രാൻസ്പോർട്ട്. ഏതെങ്കിലും വല്ല ലോറി സമരമോ അല്ലെങ്കിൽ ബ്രേക്ക് ഡൗൺ ആവുകയോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ എന്ത് നിർത്തിവെക്കേണ്ടി വരും? നമ്മുടെ പ്രൊഡക്ഷൻ പ്രോസസ്സ് നിർത്തിവെക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് വരും. 4, ഗ്രേറ്റ് റിസ്ക് ഓഫ് ലോസ് ബൈ ഫയർ, അല്ലേ? റിസ്ക് ഓഫ് ലോസ്, അത് തീപിടുത്തമായാലും മറ്റെന്തെങ്കിലും ആവശ്യം അല്ലെങ്കിൽ എന്താണ് അത്യാഹിതം ഉണ്ടാവാനുള്ള സാധ്യത കൂടുതലാണ്. ഒരു സ്ഥലത്ത് മാത്രമാണ് നമ്മൾ സ്റ്റോർ ചെയ്യുന്നത്. അപ്പോൾ അവിടെ എന്തെങ്കിലും പ്രശ്നം വരികയാണെങ്കിൽ അത് നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? അത് ഒരു പരിധി വരെ എന്താണ് റിസ്ക് കൂടുതലാണ്. ഇൻക്രീസ്ഡ് കോസ്റ്റ് ഓഫ് മെറ്റീരിയൽ ഹാൻഡ്ലിംഗ്, മെറ്റീരിയൽ ഹാൻഡിൽ ചെയ്യാനുള്ള കോസ്റ്റ് വളരെ കൂടുതലാണ്. ഓവർ ക്രൗഡിങ് ഓഫ് മെറ്റീരിയൽസ് വിൽ എഫക്റ്റ് സ്റ്റോറിങ്, അല്ലേ? ഒരു സ്ഥലത്ത് തന്നെ ഒരുപാട് മെറ്റീരിയൽസ് ഒരു സ്ഥലത്ത് സ്റ്റോർ ചെയ്യുമ്പോൾ എന്തുണ്ടായിരിക്കും? ഓവർ ക്രൗഡിങ് വരും, അല്ലേ? ഒരുപാട് മെറ്റീരിയൽസ് വരുന്ന സമയത്ത് ഓവർ ക്രൗഡിങ് വരാനുള്ള സാധ്യത കൂടുതലാണ്. ഇത്രയും കാര്യങ്ങളൊക്കെയാണ് അതിൻ്റെ ഡിസഡ്വാൻറ്റേജ്. അപ്പോൾ നമുക്കിത് അറിയാവുന്ന പോയിൻറ്റുകളാണ്. സെൻട്രലൈസ്ഡ് സ്റ്റോർ ആണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം നന്നായിട്ട് സൂപ്പർവൈസ് ചെയ്യാൻ സാധിക്കും, നന്നായിട്ട് സ്റ്റോർ ചെയ്യാൻ സാധിക്കും, നല്ല ലേ ഔട്ട് ഉണ്ടാവും, റെഗുലർ സപ്ലൈ വരുന്ന ഇത്തരം കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്നാൽ ഇതേ പോയിൻ്റ് തന്നെ ഡിസഡ്വാൻറ്റേജ് ആയിട്ടും വരും കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ റെഗുലർ സപ്ലൈ വരും, പക്ഷെ എന്താണ്, ഒരു ട്രാൻസ്പോർട്ടേഷൻ, ഒരു ലോറി സമരം വന്നാലോ അല്ലെങ്കിൽ ലോറി ബ്രേക്ക് ഡൗൺ ആയാലോ നമ്മുടെ എന്ത് നിൽക്കും? നമ്മുടെ പ്രൊഡക്ഷൻ നിൽക്കും. കാരണം ഇനി സെൻട്രലൈസ്ഡ് സ്റ്റോറിൽ നിന്ന് നമുക്ക് ഗുഡ്സ് കിട്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കുള്ളൂ? വർക്ക് ചെയ്യാൻ സാധിക്കുള്ളൂ. അങ്ങനൊരു കേസ് അവിടെ ഉണ്ട്. അടുത്ത് ഡീസെൻട്രലൈസ്ഡ് സ്റ്റോർ. ഡീസെൻട്രലൈസ്ഡ് സ്റ്റോറിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഒരു സ്ഥാപനത്തിൽ പല ഡിപ്പാർട്ട്മെൻറ്റുകളുണ്ടെന്ന് വിചാരിക്കാം, അല്ലെങ്കിൽ പല സ്ഥലത്തും അവരുടെ പ്രൊഡക്ഷൻ പ്ലാന്റുകളുണ്ടെന്ന് വിചാരിക്കാം. അവിടെയൊക്കെ അതിനോട് അറ്റാച്ച് ചെയ്തിട്ടൊക്കെ ചെറിയ ചെറിയ സ്റ്റോറ് അല്ലെങ്കിൽ ചെറിയ ചെറിയ സ്റ്റോറുകൾ നമ്മൾ ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ അതിനെയാണ് എന്തായിട്ട് പറയുന്നത്? ഡീസെൻട്രലൈസ്ഡ് സ്റ്റോർ എന്ന് പറയും, അല്ലേ? അതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അവർക്ക് ആവശ്യമുള്ള ഐറ്റംസ് മാത്രമേ അവിടെ ഉണ്ടാവുള്ളൂ. അവർക്ക് ആവശ്യമുള്ള ആ പ്ലാന്റിലേക്ക് ആവശ്യമുള്ള ഐറ്റംസ് മാത്രമേ അവിടെ സ്റ്റോർ ചെയ്യുള്ളൂ. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? കൂടുതൽ ലോക്കൽ പർച്ചേസസിൻ്റെ ഗുണം കിട്ടും. അതുപോലെ തന്നെ ഒരുപാട് ഐറ്റംസ് സ്റ്റോർ ചെയ്യേണ്ട, അപ്പോൾ അതിന് പ്രത്യേക കെയർ കൊടുക്കാൻ നമുക്ക് സാധിക്കും, അല്ലേ? ഓരോ പ്ലാന്റിലേക്കും ഉപയോഗിക്കുന്ന ഐറ്റംസ് അതിൻ്റെ തൊട്ടടുത്തുള്ള സ്റ്റോറിൽ നിർബന്ധമായിട്ടും ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് കൂടുതൽ കെയർ കൊടുക്കാൻ സാധിക്കും. പക്ഷേ ഇവിടെ ഒരു പ്രത്യേകതയുള്ള എന്താണെന്ന് വെച്ചാൽ ഇവിടെയും അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും ഉണ്ട്. അപ്പോൾ എന്താണ് അഡ്വാൻറ്റേജസ്? സെൻട്രലൈസ്ഡ് സ്റ്റോറിൻ്റെ അഡ്വാൻറ്റേജസ് ഒക്കെ ഇതിൻ്റെ ഡിസഡ്വാൻറ്റേജാണ്. സെൻട്രലൈസ്ഡ് സ്റ്റോറിൻ്റെ അഡ്വാൻറ്റേജ് ഒക്കെ ഇതിൻ്റെ ഡിസഡ്വാൻറ്റേജ് ആണ്. സ്വാഭാവികമായിട്ടും സെൻട്രലൈസ്ഡ് സ്റ്റോറിൻ്റെ ഡിസഡ്വാൻറ്റേജസ് ഡീസെൻട്രലൈസ്ഡ് സ്റ്റോറിൻ്റെ എന്തായിരിക്കും? അഡ്വാൻറ്റേജസ് ആയിരിക്കും കേട്ടോ. അപ്പോൾ അത് കുട്ടികൾ ശ്രദ്ധിക്കുക. മൂന്നാമത്തെ പോയിൻ്റ്, സെൻട്രലൈസ്ഡ് സ്റ്റോഴ്സ് വിത്ത് സബ് സ്റ്റോഴ്സ്. സെൻട്രലൈസ്ഡ് സ്റ്റോഴ്സ് വിത്ത് സബ് സ്റ്റോഴ്സ് എന്ന് പറയുകയും ചെയ്യുക. ബ്രാക്കറ്റ് ലൈൻ്റെ വേറൊരു പേരും കൂടി കൊടുത്തിട്ടുണ്ട്, ഇംപ്രസ്ഡ് സിസ്റ്റം ഓഫ് സ്റ്റോഴ്സ്, അല്ലേ? ഇംപ്രസ്ഡ് സിസ്റ്റം ഓഫ് സ്റ്റോഴ്സ് എന്ന് പറയുന്നു. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഈ സ്റ്റോക്കിംഗ് സിസ്റ്റത്തിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഇന്ത്യയിൽ പല സ്ഥലത്തും പ്ലാന്റുകളുള്ള ഒരു സ്ഥാപനമാണ്. അപ്പോൾ അതിനെന്ത് ചെയ്യുക? അതിന് സെൻട്രൽ സ്റ്റോർ അതിന് മുംബൈയിലോ ഡൽഹിയിലൊക്കെയാണ് സെൻട്രൽ സ്റ്റോർ. പിന്നെ എന്ത് ചെയ്യുക? ഇതിന് ഏറ്റവും കൂടുതൽ പ്ലാന്റുകളുള്ള ഏരിയ എവിടെയൊക്കെയാണ് അവിടെയൊക്കെ ഓരോ സബ് സ്റ്റോർ കൂടി തുടങ്ങാം. അപ്പോൾ സബ് സ്റ്റോർ കൂടി തുടങ്ങുമ്പോഴൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമുക്ക് സെൻട്രൽ സ്റ്റോറിൽ വലിയ സ്റ്റോക്ക് ഉണ്ടാവും. ആ സ്റ്റോക്ക് എന്ത് ചെയ്യുക? കുറച്ച് അഡ്വാൻസ് ചെയ്തിട്ട് സബ് സ്റ്റോറിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് ലോറി ബ്രേക്ക് ഡൗണോ മറ്റു കാര്യങ്ങളോ ബ്രേക്ക് ഡൗണോ അല്ലെങ്കിൽ ലോക്ക് ഡൗണോ ഒന്നും എന്തിനെ എഫക്റ്റ് ചെയ്യില്ല? ഇതിനെ എഫക്റ്റ് ചെയ്യില്ല. അപ്പോൾ രണ്ടും കൂടിയിട്ടുള്ള സിസ്റ്റത്തിന് സെൻട്രലൈസ്ഡ് സ്റ്റോറും അല്ല, ഡീസെൻട്രലൈസ്ഡ് സ്റ്റോറും അല്ല. എന്നാൽ ഇതിൻ്റെ രണ്ടിൻ്റെയും ഗുണങ്ങൾ എൻജോയ് ചെയ്യാൻ പറ്റുന്നതും ഇതിൻ്റെ രണ്ടിൻ്റെയും ഡ്രോബാക്സ് ഒഴിവാക്കാൻ പറ്റുന്നതായിട്ടുള്ള ഒരു സ്റ്റോറിനെയാണ് നമ്മൾ എന്തായിട്ട് പറയുന്നത്? സെൻട്രലൈസ്ഡ് സ്റ്റോർ വിത്ത് സബ് സ്റ്റോഴ്സ് എന്ന് പറയുന്നത്. അതിനെ പറയുന്ന മറ്റൊരു പേരാണ് ഇംപ്രസ്ഡ് സിസ്റ്റം ഓഫ് സ്റ്റോഴ്സ് എന്ന് പറയുന്നത്. ഇംപ്രസ്ഡ് സിസ്റ്റം ഓഫ് സ്റ്റോഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് നമുക്ക് സ്റ്റോഴ്സായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ പഠിക്കാനുള്ളത്. അടുത്ത് വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക് തന്നെയാണ്, ഏരിയ തന്നെയാണ് ഫങ്ഷൻസ് ഓഫ് സ്റ്റോർ കീപ്പർ ഓർ ഫങ്ഷൻസ് ഓഫ് സ്റ്റോഴ്സ് ഡിപ്പാർട്ട്മെൻറ്റ്.
ഫങ്ഷൻസ് ഓഫ് സ്റ്റോർ കീപ്പർ അല്ലെങ്കിൽ ഫങ്ഷൻസ് ഓഫ് സ്റ്റോഴ്സ് ഡിപ്പാർട്ട്മെൻറ്റ്. ഇതിൽ നമുക്കിതിലൊരു 11 പോയിൻ്റ് തന്നിട്ടുണ്ട്, പക്ഷേ എക്സ്പ്ലനേഷൻ ഇല്ല ടെക്സ്റ്റിൽ. അപ്പോൾ കുട്ടികൾ ഇത് എന്ത് ചെയ്യണം, ഇത് ഇത്തരം ഒരു ക്വസ്റ്റ്യൻ വേണമെങ്കിൽ എസ്സേക്കൊക്കെ ചോദിക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങളിത് എസ്സേക്ക് എഴുതാൻ പറ്റുന്ന ടോപ്പിക്കിലേക്ക് ഒന്ന് കൺവേർട്ട് ചെയ്യേണ്ടി വരും. എന്തായാലും നമുക്ക് നോക്കാം എന്തൊക്കെയാണ് സ്റ്റോർ കീപ്പറുടെ ഫങ്ഷൻസ് അല്ലെങ്കിൽ സ്റ്റോഴ്സ് ഡിപ്പാർട്ട്മെൻറ്റ് ഫങ്ഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം നമുക്ക്. ഒന്നാമത്തെ ഫങ്ഷൻ എന്ന് പറയുന്നത് ടു റിസീവ് ദ മെറ്റീരിയൽസ് ഫ്രം ദ റിസീവിങ് ഡിപ്പാർട്ട്മെൻറ്റ്. അപ്പോൾ ഇവിടെ റിസീവിങ് ഡിപ്പാർട്ട്മെൻറ്റ്, കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ നമ്മൾ റിസീവിങ് ഡിപ്പാർട്ട്മെൻറ്റ് എങ്ങനെയാണ് ഒരു മെറ്റീരിയലിന് ഓർഡർ കൊടുക്കുക, എങ്ങനെയാണ് പർച്ചേസ് ചെയ്യുക എന്നൊക്കെ പഠിച്ചതാണ്. അപ്പോൾ റിസീവിങ് ഡിപ്പാർട്ട്മെൻറ്റ് റിസീവ് ചെയ്തിട്ടുള്ള മെറ്റീരിയൽസ് ആദ്യം തന്നെ എന്ത് ചെയ്യുക, ഇങ്ങോട്ട് വരുന്ന സമയത്ത് അത് വാങ്ങി വയ്ക്കുക, അത് റിസീവ് ചെയ്യുക എന്നുള്ളതാണ് ഒന്നാമത്തെ ഫംഗ്ഷൻ. ആരുടെ? സ്റ്റോർ കീപ്പർ അല്ലെങ്കിൽ സ്റ്റോഴ്സ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. റിസീവിങ് ഡിപ്പാർട്ട്മെൻറ്റിലേക്കായിരിക്കും ഓർഡർ കൊടുത്തിട്ടുള്ള ഗുഡ്സൊക്കെ ആദ്യം കിട്ടുന്നത്. അങ്ങനെ അവർക്ക് കിട്ടുന്ന, അവർ റിസീവ് ചെയ്യുന്ന ആ പ്രോഡക്റ്റുകളെല്ലാം തന്നെ നമുക്ക് ഇങ്ങോട്ട് വരുമ്പോൾ അതൊക്കെ കൃത്യമായിട്ട് എന്ത് ചെയ്യുക, വാങ്ങി വയ്ക്കുക എന്നതാണ് ഒന്നാമത്തെ പോയിൻ്റ്. രണ്ടാമത്തെ പോയിൻ്റ്, ക്ലാസിഫൈ മെറ്റീരിയൽസ് അക്കോർഡിംഗ് ടു നേച്ചർ, സൈസ്, പ്രൈസ് എക്സെട്ര. ആ വന്നിട്ടുള്ള മെറ്റീരിയൽസിന് എന്ത് ചെയ്യണം, തരം തിരിക്കണം. അതിൻ്റെ പ്രൈസ് അടിസ്ഥാനത്തിൽ, അതിൻ്റെ സൈസിൽ, അതിൻ്റെ നേച്ചറിൽ, പ്രൈസിലൊക്കെ ഡിവൈഡ് ചെയ്തിട്ട് എന്ത് ചെയ്യണം, അത് ഡിവൈഡ് ചെയ്ത് മാറ്റി എന്ത് ചെയ്യണം, ആദ്യത്തെ ഘട്ടത്തിൽ ക്ലാസിഫൈ ചെയ്യണം. ഇപ്പം ഒരു സ്റ്റോറിൽ വരുന്ന പല ടൈപ്പ് ഐറ്റംസ് ഉണ്ടായിരിക്കാം. അതിൻ്റെയൊക്കെ പ്രത്യേകത അനുസരിച്ച്, അതിൻ്റെയൊക്കെ എന്താണ് പ്രൊഡക്ഷൻ ഡ്യൂട്ടി അനുസരിച്ച്, പ്രൊഡക്ഷൻ പോയിൻ്റ് അനുസരിച്ച് അതിനൊക്കെ വ്യത്യസ്തമായിട്ടുള്ള രീതിയിൽ ഡിവൈഡ് ചെയ്ത് ക്ലാസിഫൈ ചെയ്ത് നമ്മൾ എന്ത് ചെയ്യുക, അതിൻ്റെ സ്പെഷ്യാലിറ്റി അനുസരിച്ച് ക്ലാസിഫൈ ചെയ്യുക. മൂന്നാമത്തെ പോയിൻ്റ്, ടു സ്റ്റോർ മെറ്റീരിയൽസ് ഇൻ പ്രോപ്പർ പ്ലേസസ്. ഈ മെറ്റീരിയൽസ് അതിനെ പ്രോപ്പറായിട്ടുള്ള, മതിയായിട്ടുള്ള, വ്യക്തമായിട്ടുള്ള സ്പെസിഫൈ ചെയ്തിട്ടുള്ള സ്ഥലത്ത് തന്നെ നമ്മൾ എന്ത് ചെയ്യുക, അതിനെ സൂക്ഷിക്കുക. ആ മെറ്റീരിയൽസിനെ എടുത്ത് നമ്മൾ എന്ത് ചെയ്യുക, സ്റ്റോർ ചെയ്ത് വയ്ക്കുക. ഇപ്പോൾ കുട്ടികൾ പല വലിയ ഫാക്ടറികളിലൊക്കെ കാണാൻ പോകുന്ന സമയത്ത് കാണാൻ സാധിക്കും, അവരുടെ സ്റ്റോക്കുകളൊക്കെ അവർ അത്രയും കൃത്യമായിട്ടായിരിക്കും എന്ത് ചെയ്തിട്ടുണ്ടാവുക, സൂക്ഷിച്ച് വയ്ക്കുക. പ്രത്യേകിച്ചും സ്റ്റാൻഡേർഡുകളൊക്കെ ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുള്ള, വ്യക്തമായിട്ടുള്ള സ്റ്റാൻഡേർഡ്സ് ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുള്ള കമ്പനികളിൽ സ്റ്റോറേജ് അല്ലെങ്കിൽ സ്റ്റോഴ്സ് കൺട്രോളിങ്ങിന് ഒരു വ്യക്തമായിട്ടുള്ള സിസ്റ്റം തന്നെ ഒരുവിധം എല്ലാ കമ്പനികളിലും എന്ത് ചെയ്യാറുണ്ട്, നിർബന്ധമായിട്ടും ഉണ്ടാകാറുണ്ട്. അപ്പോൾ അത് കൃത്യമായിട്ട് പ്രോപ്പർ പ്ലേസിൽ അത് എന്ത് ചെയ്യുക, സൂക്ഷിച്ച് വയ്ക്കുക. അടുത്ത പോയിൻ്റ്, ടു കീപ്പ് മെറ്റീരിയൽസ് ഇൻ സേഫ് കസ്റ്റഡി. അത് സേഫ് കസ്റ്റഡിയിൽ വയ്ക്കുക. അപ്പോൾ നേരത്തെ പ്രോപ്പർ പ്ലേസിങ്ങിൽ വയ്ക്കുക എന്നുള്ളത് നമ്മൾ പറഞ്ഞു. സേഫ് കസ്റ്റഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില മെറ്റീരിയൽസ് നമുക്കറിയാലോ, അതിന് കേടുപാടുകൾ സംഭവിക്കുന്ന മെറ്റീരിയൽസ് ഉണ്ട്. ചില മെറ്റീരിയൽസിന് ഹൈ പ്രൈസുള്ള മെറ്റീരിയൽസ് ഉണ്ട്. ചില മെറ്റീരിയൽസ് വളരെ പെട്ടെന്ന് കേടുവന്നു പോകുന്ന മെറ്റീരിയൽസ് ഉണ്ട്. അപ്പോൾ ഇതിൻ്റെയൊക്കെ സ്പെഷ്യാലിറ്റി അനുസരിച്ച് ഡ്യൂ കെയർ കൊടുത്ത് സേഫ് കസ്റ്റഡിയിൽ അതെന്ത് ചെയ്യുക, സൂക്ഷിക്കുക. അഞ്ചാമത്തെ പോയിൻ്റ്, ടു കീപ് ദ സ്റ്റോഴ്സ് അവേ നീറ്റ് ആൻഡ് ടൈഡി. ആ സ്റ്റോഴ്സിനെ വളരെ നീറ്റായും ടൈഡി ആയിട്ടും എന്ത് ചെയ്യുക, സൂക്ഷിച്ച് വയ്ക്കുക. ടു പ്രൊട്ടക്ട് മെറ്റീരിയൽസ് ഫ്രം മോയ്സ്ചർ, ഇവാപ്പറേഷൻ, ഫയർ, ഇൻസെക്ട്സ് എക്സെട്ര. അല്ലേ, നമ്മുടെ മെറ്റീരിയൽസിനെ മോയ്സ്ചറിൽ നിന്ന്, അല്ലേ, ചിലത് മോയ്സ്ചർ വന്ന് പോവും, ചിലത് ഇവാപ്പറേറ്റ് ആവിയായിട്ട് പോവും, ചില ഐറ്റംസ് എന്ത് ചെയ്യും, തീപിടിക്കാനുള്ള സാധ്യതയുണ്ട്, ചിലത് ഇൻസെക്ട്സ്, എന്തെങ്കിലും പ്രാണികളോ മറ്റു കാര്യങ്ങളൊക്കെ വരാനുള്ള ഉറുമ്പരിക്കാനൊക്കെ ഉള്ള സാധ്യതയുണ്ട്. ഇതൊക്കെ കൃത്യമായിട്ട് നമ്മൾ എന്ത് ചെയ്യുക, അതൊക്കെ നേരത്തെ കുട്ടി കണ്ടുകൊണ്ട് അത്തരം കാര്യങ്ങളില്ലാത്ത ഒരു അവസ്ഥയിലേക്ക് എന്ത് ചെയ്യുക, ശ്രദ്ധിക്കുക. 7, ടു ഇഷ്യൂ പർച്ചേസ് റിക്വസിഷൻ വെൻ സ്റ്റോക്ക് റീച്ചസ് ഓർഡറിങ് ലെവൽ. നമ്മുടെ സ്റ്റോക്കിനെ ഡിഫറെൻറ്റ് ലെവൽസൊക്കെ ക്രിയേറ്റ് ചെയ്യണമെന്ന് നമ്മൾ കുറേ കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ പറഞ്ഞു. ഇറ്റ് ഈസ് കൺട്രോളിങ് സിസ്റ്റം. സ്റ്റോക്ക് ലെവൽസ് എന്ന് പറയുന്ന ഒരു കൺട്രോളിങ് സിസ്റ്റമാണ്. അങ്ങനെ സ്റ്റോക്ക് ലെവൽസ് നമ്മൾ കാണുന്ന സമയത്ത് മിനിമം ലെവലിലേക്ക് എത്തുന്നതിന് മുൻപ് ഉള്ള ലെവലിനെയാണ് റീഓർഡറിങ് ലെവൽ എന്ന് പറയുന്നത്. റീഓർഡറിങ് ലെവൽ എന്ന് പറഞ്ഞാൽ ഓർഡർ ചെയ്യേണ്ട ലെവൽ. എപ്പോഴാണോ നമുക്ക് പുതിയ മെറ്റീരിയൽസ് നമ്മുടെ സ്ഥാപനത്തിലേക്ക് വരേണ്ടത്, ആ ലെവലിനെയാണ് നമ്മൾ പറയുന്നത്, റീഓർഡറിങ് ലെവൽ എന്ന് പറയുന്നത്. അപ്പോൾ റീഓർഡറിങ് ലെവൽ എവിടെയാണ്, ആ സമയത്ത് എന്ത് ചെയ്യുക, പ്രിപ്പയർ ചെയ്യുക, പർച്ചേസ് റിക്വസിഷൻ പ്രിപ്പയർ ചെയ്യുക. എന്താ പർച്ചേസ് റിക്വസിഷൻ? പർച്ചേസ് റിക്വസിഷൻ മീൻസ് ഇറ്റ് ഈസ് ആൻ ഒഫീഷ്യൽ റിക്വസ്റ്റ് ടു പർച്ചേസ് മെറ്റീരിയൽസ് പർച്ചേസ് ചെയ്യാനുള്ള ഒഫീഷ്യൽ റിക്വസ്റ്റിനെയാണ് പറയുന്നത്, പർച്ചേസ് റിക്വസിഷൻ എന്ന് പറയുന്നത്. അത് എന്ത് ചെയ്യുക, ഇഷ്യൂ ചെയ്യുക.
ടു ഇഷ്യൂ മെറ്റീരിയൽസ് അഗെയിൻസ്റ്റ് റിട്ടൺ മെറ്റീരിയൽ റിക്വസിഷൻസ്. മെറ്റീരിയൽസ് എന്ത് ചെയ്യുക, നമുക്ക് ഡിപ്പാർട്ട്മെൻറ്റുകളിൽ നിന്ന്, പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റുകളിൽ നിന്നൊക്കെ മെറ്റീരിയൽസ് ഇഷ്യൂ ചെയ്യാൻ പറഞ്ഞിട്ടുള്ള എന്ത് വരാം, റിക്വസിഷൻസ് വരാം, റിട്ടൺ റിക്വസിഷൻസ് വരാം. അത്തരം റിക്വസിഷൻസിനെ കൃത്യമായിട്ടുള്ള മെറ്റീരിയൽസ് എന്ത് ചെയ്യുക, ഇഷ്യൂ ചെയ്യുക. 9, ടു റെസ്ട്രിക്ട് ദ എൻട്രി ഓഫ് അൺഓതറൈസ്ഡ് പേഴ്സൺസ് ഇൻ ടു ദ സ്റ്റോഴ്സ്. അല്ലേ, അൺഓതറൈസ്ഡ് പേഴ്സൺ നമുക്കറിയാം, നല്ല സ്റ്റാൻഡേർഡുള്ള കമ്പനികളിൽ അവരുടെ അനുവാദമില്ലാതെ ഒരാൾക്ക് പോലും എവിടേക്ക് കിടക്കാൻ സാധിക്കില്ല, സ്റ്റോറിലേക്ക് കിടക്കാൻ സാധിക്കില്ല. അൺഓതറൈസ്ഡ് വ്യക്തികൾക്ക്, ഓതറൈസേഷൻ ഇല്ലാത്ത വ്യക്തികൾക്ക് അവരെ ഒരിക്കലും തന്നെ സ്റ്റോറിലേക്ക് പ്രവേശിപ്പിക്കരുത്. Then to make proper records of receipt, issue and balance of materials in bin card. ബിൻ കാർഡ് എന്താണെന്ന് താഴെ പഠിക്കുന്നുണ്ട്, അപ്പോൾ അതുകൊണ്ട് ഞാൻ കൂടുതലായിട്ട് പറയുന്നില്ല. ബിൻ കാർഡിൽ എന്ത് റെക്കോർഡ് ചെയ്യണം, റെസിപ്റ്റ് റെക്കോർഡ് ചെയ്യണം, എന്താ റെസിപ്റ്റ്, മെറ്റീരിയൽസ് വന്ന് റെക്കോർഡ് ചെയ്യണം. ഇഷ്യൂ റെക്കോർഡ് ചെയ്യണം, എന്താ ഇഷ്യൂ, മെറ്റീരിയൽസ് ഇഷ്യൂ ചെയ്തത് റെക്കോർഡ് ചെയ്യണം. ബാലൻസ് റെക്കോർഡ് ചെയ്യണം. ഇതൊക്കെ കൃത്യമായിട്ട് ബിൻ കാർഡിൽ റെക്കോർഡ് ചെയ്തിരിക്കണം. 11 പറയുന്നത് ടു മേക്ക് പീരിയോഡിക്കൽ വെരിഫിക്കേഷൻ ഓഫ് സ്റ്റോക്ക്. അല്ലേ, പീരിയോഡിക്കൽ വെരിഫിക്കേഷൻ എന്തായാലും കൃത്യമായിട്ട് നടക്കണം. എന്താ പീരിയോഡിക്കൽ വെരിഫിക്കേഷൻ എന്ന് പറയുന്നത്, മാസത്തിലൊരിക്കയോ അല്ലെങ്കിൽ 3 മാസത്തിലൊരിക്കയോ 6 മാസത്തിലൊരിക്കയോ ഒക്കെ കൃത്യമായിട്ടുള്ള പീരിയഡ്സിൽ കൃത്യമായിട്ട് എന്ത് ചെയ്യണം, പീരിയോഡിക്കൽ വെരിഫിക്കേഷൻ ഓഫ് സ്റ്റോക്ക് പരിശോധിച്ച് ഉറപ്പ് വരുത്തേണ്ട ഒരു ഡ്യൂട്ടിയുണ്ട്. അത്തരം കാര്യങ്ങളൊക്കെ ചെയ്തിരിക്കണം. ഇങ്ങനെ 11 പോയിൻ്റാണ് ഇതിൽ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഞാനിങ്ങനെ പറഞ്ഞ പോലെ തന്നെ എന്താണ് ഇതിൽ ടെക്സ്റ്റിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടില്ല. പക്ഷേ കുട്ടികൾ എന്ത് ചെയ്യണം, കുട്ടികൾ കൃത്യമായിട്ട് ഇത് പഠിച്ചു വെക്കണം. കാരണം ഇത് 1-2 പ്രാവശ്യം വലിയ ക്വസ്റ്റ്യനായിട്ട് തന്നെ യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അത് കാരണം കൊണ്ട് കൃത്യമായിട്ടും കുട്ടികൾ ഇത് പഠിച്ചു വെക്കണം, പഠിക്കാതിരിക്കരുത്. അടുത്ത ഹെഡ് എന്ന് പറയുന്നത് സ്റ്റോഴ്സ് റെക്കോർഡാണ്. സ്റ്റോർ ചെയ്ത് വെക്കുന്ന മെറ്റീരിയൽസ് റെക്കോർഡ് അല്ലെങ്കിൽ സ്റ്റോഴ്സ് റെക്കോർഡ് എന്നാണ് പറയുന്നത്. Stores records refers to record in which receipts, issue and balance of materials are entered. അതായത് റെസിപ്റ്റ്, ഇഷ്യൂ, ബാലൻസ് ഒക്കെ എൻ്റർ ചെയ്യുന്ന ഒരു റെക്കോർഡിനെയാണ് സ്റ്റോർ റെക്കോർഡ് എന്ന് പറയുന്നത്. അല്ലേ, ഫോളോയിങ് ആർ ദ ഇമ്പോർട്ടൻറ്റ് സ്റ്റോർ റെക്കോർഡ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2 സ്റ്റോഴ്സ് റെക്കോർഡാണുള്ളത്. ഒന്ന് ബിൻ കാർഡും മറ്റൊന്ന് സ്റ്റോഴ്സ് ലെഡ്ജറും. അപ്പോൾ അടുത്ത ഘട്ടത്തിലേക്ക് നമ്മൾ കിടക്കുകയാണ്. അടുത്ത ഘട്ടം എന്ന് പറയുന്നത് സ്റ്റോഴ്സ് റെക്കോർഡ്സ് ആണ്. അതിനെ പറയുന്ന മറ്റൊരു പേര് മെറ്റീരിയൽ റെക്കോർഡ്സ് എന്നുള്ളതാണ്. മെറ്റീരിയൽ റെക്കോർഡ്സ് പ്രധാനമായിട്ടും 2 ടൈപ്പിലാണുള്ളത്, 2 പേരുകളിലാണുള്ളത്. ഒന്ന് ബിൻ കാർഡും മറ്റൊന്ന് സ്റ്റോഴ്സ് ലെഡ്ജറുമാണ് മെറ്റീരിയൽ കൺട്രോളിലുള്ളത്. ഇനി എന്താണ് ബിൻ കാർഡ് എന്ന് ചോദിക്കാം. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്, കുട്ടികൾ നന്നായിട്ട് ശ്രദ്ധിക്കുക. ബിൻ ഈസ് എ കണ്ടെയ്നർ ഇൻ വിച്ച് മെറ്റീരിയൽസ് ആർ കെപ്റ്റ്. ബിൻ എന്ന് പറയുന്നത് BIN. ബിൻ ഈസ് എ കണ്ടെയ്നർ ഇൻ വിച്ച് മെറ്റീരിയൽസ് ആർ കെപ്റ്റ്. മെറ്റീരിയൽസ് സൂക്ഷിച്ചു വയ്ക്കുന്ന ഒരു കണ്ടെയ്നറിനെയാണ് ബിൻ എന്ന് പറയുന്നത്. ആ മെറ്റീരിയൽസ് സൂക്ഷിച്ച് വയ്ക്കുന്ന കണ്ടെയ്നറിനെയാണ് ബിൻ എന്ന് പറയുന്നത്. അതാണ് വളരെ എളുപ്പമുള്ളത്. അത് എന്തായിരിക്കാം, അതൊരു റാക്കായിരിക്കാം. ഇറ്റ് മേ ബി, അതിൽ തന്നെ പറയുന്നുണ്ട്, ഇറ്റ് മേ ബി എ റാക്ക്, ഷെൽഫ്, ബാഗ്, ടിൻ ഓർ എൻ ഓപ്പൺ സ്പേസ്. അപ്പോൾ ഈ ബിൻ എന്ന് പറയുന്നത് എന്തായിരിക്കാം, മെറ്റീരിയൽസ് സൂക്ഷിച്ച് വയ്ക്കുന്ന കണ്ടെയ്നർ എന്ന് പറഞ്ഞാൽ കണ്ടെയ്നറിന് വേണമെന്നില്ല, ഒരു ഓപ്പൺ പ്ലേസ് ആവാം, അല്ലെങ്കിൽ റാക്കാവാം, ഷെൽഫാവാം, ബാഗാവാം, ടിന്നാവാം, ഒരു ടിന്നിലിട്ട് വയ്ക്കാവാം. അല്ലേ, ഇതൊക്കെ എന്താണ് ചെയ്യുന്നത്, അതിനൊക്കെ നമുക്ക് എന്തായിട്ട് അറിയപ്പെടാം, ബിൻ എന്നുള്ള പേരിൽ അറിയപ്പെടാം കേട്ടോ. ബിൻ എന്നുള്ള പേരിലും അതിനെ നമുക്ക് അറിയാം എന്നാണ് പറയുന്നത്. ഈച്ച് ഐറ്റം ഓഫ് മെറ്റീരിയൽ ഈസ് കെപ്റ്റ് ഇൻ എ സെപ്പറേറ്റ് ബിൻ. ഓരോ ഐറ്റം സെപ്പറേറ്റ് ബിന്നിലാണ് എന്ത് ചെയ്യുന്നത്, സൂക്ഷിക്കുന്നത്. ഓപ്പൺ സ്പേസിലായാലും ഒരൈറ്റം സൂക്ഷിച്ച സ്ഥലത്ത് തന്നെ അടുത്ത ഐറ്റം സൂക്ഷിക്കില്ല, അതിന് വേറെ സ്പേസ് പ്രൊവൈഡ് ചെയ്യും കേട്ടോ. എ കാർഡ് ഈസ് അറ്റാച്ച്ഡ് ടു എവറി ബിൻ ടു റെക്കോർഡ് ദ പർട്ടിക്കുലേഴ്സ് ഓഫ് മെറ്റീരിയൽസ് കെപ്റ്റ് ഇൻ ഇറ്റ്. ഒരു കാർഡ് എന്ത് ചെയ്യണം, നമ്മൾ പറഞ്ഞില്ലേ, ഇത് ബിൻ എന്ന് പറഞ്ഞാൽ റാക്കാവാം, ഷെൽഫാവാം, ബാഗാവാം, ടിന്നാവാം, അതല്ലെങ്കിൽ ഓപ്പൺ പ്ലേസ് ആവാം, അതല്ലെങ്കിൽ കണ്ടെയ്നർ ആവാം, എന്തോ ആയിക്കോട്ടെ, കണ്ടെയ്നറോ ബാഗോ ടിന്നോ അല്ല ഓപ്പൺ സ്പേസോ എന്തായിക്കോട്ടെ, അതിനോട് കൂടി ഒരു കാർഡ് അറ്റാച്ച് ചെയ്തിട്ടുണ്ടായിരിക്കും. അത് നിർബന്ധമായിട്ടും അതിൻ്റെ കൂടെ ഒരു കാർഡ് ഉണ്ടായിരിക്കും. എന്തിനു വേണ്ടിയിട്ടാണ്, ടു റെക്കോർഡ് ദ പർട്ടിക്കുലേഴ്സ് ഓഫ് മെറ്റീരിയൽസ് കെപ്റ്റ് ഇൻ ഇറ്റ്. അതിലുള്ള മെറ്റീരിയൽസിൻ്റെ പർട്ടിക്കുലേഴ്സ്, അതിലുള്ള മെറ്റീരിയൽസിൻ്റെ ഡീറ്റെയിൽസ് എഴുതുന്ന ഒരു കാർഡ് എവിടെ ഉണ്ടായിരിക്കും, അവിടെ ഉണ്ടായിരിക്കും. അത് നിർബന്ധമാണ്, അതിനോടുകൂടി ഒരു കാർഡ് ഉണ്ടായിരിക്കും. ഇതിൽ എന്ത് ചെയ്യുന്നു, സച്ച് എ കാർഡ് അറ്റാച്ച്ഡ് ടു ദ ബിൻ ഈസ് കോൾഡ് ബിൻ കാർഡ്. ഇങ്ങനെയുള്ള ഒരു കാർഡിനെയാണ് നമ്മൾ എന്തായിട്ട് പറയുന്നത്, ബിൻ കാർഡ് എന്ന് പറയുന്നത്. ഇങ്ങനെ അതിൻ്റെ കൂടെ അറ്റാച്ച് ചെയ്തിട്ടുള്ള കാർഡിനെയാണ് ബിൻ കാർഡ് എന്ന് പറയുന്നത്. അപ്പോൾ അത് കുട്ടികൾ ശ്രദ്ധിക്കാം.
ഇനി ബിൻ കാർഡ് ഈസ് എ റെക്കോർഡ് ഓഫ് ദ റെസീപ്റ്റ്സ് ഇഷ്യൂ ആൻഡ് ബാലൻസ് ഓഫ് മെറ്റീരിയൽസ് ഇൻ ടേംസ് ഓഫ് ക്വാണ്ടിറ്റി ഓൺലി. ബിൻ കാർഡ് എന്ന് പറയുന്നത് എന്ത് റെക്കോർഡാണ്? റെസീപ്റ്റ് റെക്കോർഡ് ചെയ്യുക, ഇഷ്യൂ റെക്കോർഡ് ചെയ്യുക, ബാലൻസ് ഓഫ് മെറ്റീരിയൽസ്, റെസീപ്റ്റ്, ഇഷ്യൂ, ബാലൻസ് ഓഫ് മെറ്റീരിയൽസ് റെക്കോർഡ് ചെയ്യുന്ന ഒരു കാർഡാണ് എന്ത്? ബിൻ കാർഡ് എന്ന് പറയുന്നത്. പക്ഷേ ഇൻ ടേംസ് ഓഫ് ക്വാണ്ടിറ്റി ഓൺലി. അപ്പോൾ മെറ്റീരിയൽസ് സ്റ്റോറിലേക്ക് വരുന്നത്, സ്റ്റോറിലേക്ക് എന്ന് വെച്ചാൽ ബിന്നിലേക്ക് വരുന്നത്, ബിന്നിൽ നിന്ന് മെറ്റീരിയൽസ് എടുക്കുന്നത്, ബാലൻസ്, ഇതൊക്കെ റെക്കോർഡ് ചെയ്യുന്ന ഒരു കാർഡിനെയാണ് ബിൻ കാർഡ് എന്ന് പറയുന്നത്. പക്ഷേ എന്ത് റെക്കോർഡ് മാത്രമേ ഉള്ളൂ? ക്വാണ്ടിറ്റി വൈസ് റെക്കോർഡ് മാത്രമേ ഉള്ളൂ. അവിടെ ഒരിക്കലും എന്ത് റുപ്പീസ് അല്ലെങ്കിൽ എമൗണ്ട് ഒരിക്കലും എന്ത് ചെയ്യുന്നില്ല? റെക്കോർഡ് ചെയ്യുന്നില്ല. ദെൻ ബിൻ കാർഡ് ഡസ് നോട്ട് പ്രൊവൈഡ് ദ വാല്യൂ ഓഫ് മെറ്റീരിയൽസ്. ബിൻ കാർഡ് എന്ത് ചെയ്യുന്നില്ല? മെറ്റീരിയൽസിൻ്റെ വാല്യൂ പ്രൊവൈഡ് ചെയ്യുന്നില്ല. എവറി റെസിപ്റ്റ് ആൻഡ് ഇഷ്യൂ ഓഫ് മെറ്റീരിയൽസ് ഈസ് എൻറ്റേർഡ് ഇൻഡിവിജ്വലി ആൻഡ് എ ന്യൂ ബാലൻസ് ഈസ് കാൽക്കുലേറ്റഡ്. ഓരോ റെസീപ്റ്റ് ആയിക്കോട്ടെ, ഇഷ്യൂ ആയിക്കോട്ടെ, അതൊക്കെ എന്ത് ചെയ്യുന്നു? ഇൻഡിവിജ്വലി എൻറ്റേർഡ് ചെയ്യുന്നു. ഇപ്പോൾ ഒരു ദിവസം നമ്മൾ 500 യൂണിറ്റ് അതിലേക്ക് നിക്ഷേപിച്ചു, അല്ലെങ്കിൽ അതിലേക്ക് ഇട്ടു, അല്ലെങ്കിൽ അതിലേക്ക് ഡെപ്പോസിറ്റ് ചെയ്തു. അപ്പോൾ അതിനെ എന്ത് ചെയ്യണം? സെപ്പറേറ്റ് എൻട്രി എഴുതണം. അതിൽ നിന്ന് അന്ന് തന്നെ ഒരു 300 യൂണിറ്റ് എടുത്തു. അപ്പോൾ എന്ത് ചെയ്യണം? ഇതിൻ്റെ സെറ്റ് ഓഫ് ചെയ്തിട്ട് 200 യൂണിറ്റ് ഡെപ്പോസിറ്റ് ചെയ്താൽ പോരാ, അങ്ങനെ എഴുതിയാൽ പോരാ. ഓരോ ട്രാൻസാക്ഷൻ നടക്കുന്നതിന് തൊട്ട് മുമ്പ് റെക്കോർഡ് ചെയ്തിട്ടേ നമുക്ക് എന്ത് നടത്താൻ പാടുള്ളൂ? ട്രാൻസാക്ഷൻ നടത്താൻ പാടുള്ളൂ. ഇനി എന്തൊക്കെയാണ് ബിൻ കാർഡിൽ ഉണ്ടാവുക എന്ന് നോക്കാം നമുക്ക്. ബിൻ കാർഡ് കണ്ടെയ്ൻസ് പർട്ടിക്കുലേഴ്സ് ഓഫ് മെറ്റീരിയൽ such as description, code number, stock levels, ordering quantity, etc. ബിൻ കാർഡ് എന്ന് പറയുന്നത് എന്താണ്? ഇങ്ങനെയുള്ള കോഡ് നമ്പർ, ഓർഡർ, അതുപോലെ തന്നെ എന്താണ് സ്റ്റോക്ക് ലെവൽസ്, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ബിൻ കാർഡിലെ മിക്കവാറും എന്തുണ്ടാവും കേട്ടോ. ദ പ്രിൻസിപ്പിൾ ഓഫ് ബിൻ കാർഡ് റെക്കോർഡിംഗ് ഈസ് ടച്ച് ദ ബിൻ കാർഡ് ബിഫോർ യു ടച്ച് ദ ബിൻ. അതായത് ബിൻ കാർഡിൽ എഴുതുന്നതിൻ്റെ ഒരു റെക്കോർഡിൻ്റെ പ്രിൻസിപ്പിൾ എന്താണെന്ന് വെച്ചാൽ ടച്ച് ദ ബിൻ കാർഡ് ബിഫോർ യു ടച്ച് ദ ബിൻ. അതായത് ബിന്നിൽ തൊടുന്നതിന് മുൻപ് ബിൻ കാർഡിൽ തൊടണം. അതിൻ്റെ അർത്ഥം എന്താ? ബിൻ കാർഡിൽ എൻട്രി എഴുതിയതിന് ശേഷം മാത്രമാണ് നമുക്ക് മെറ്റീരിയൽസ് എവിടെ നിന്ന് എടുക്കാൻ പാടുള്ളൂ? ബിന്നിൽ നിന്ന് എടുക്കാൻ പാടുള്ളൂ. ദിസ് മീൻസ് ദാറ്റ് ആൻ എൻട്രി ഷുഡ് ബി മെയ്ഡ് ഇൻ ദ ബിൻ കാർഡ് ബിഫോർ എനി മെറ്റീരിയൽ ഈസ് പുട്ട് ഇൻ ദ ബിൻ ഓർ ടേക്കൺ ഔട്ട് ഓഫ് ദ ബിൻ. അതായത് ബിന്നിൽ നിന്ന് ഏതെങ്കിലും മെറ്റീരിയൽസ് എടുക്കുന്നതിന് മുൻപോ, ഏതെങ്കിലും മെറ്റീരിയൽസ് ഡെപ്പോസിറ്റ് ചെയ്യുന്നതിന് മുൻപോ നമ്മൾ എന്ത് റെക്കോർഡ് ചെയ്തിരിക്കണം? ബിൻ കാർഡിൽ കൃത്യമായിട്ട് റെക്കോർഡ് ചെയ്തിരിക്കണം. മനസ്സിലായല്ലോ? ഇനി എന്തൊക്കെയാണ് അഡ്വാൻറ്റേജസ് ഓഫ് ബിൻ കാർഡാണ്. വളരെ സിമ്പിളാണ്, കുട്ടികൾ ഒന്ന് ശ്രദ്ധിക്കുക. അധികമൊന്നും ചോദിച്ചു കണ്ടിട്ടില്ല, എങ്കിലും എന്താണ് ബിൻ കാർഡ് എന്നുള്ള ക്വസ്റ്റ്യൻ എന്തായാലും വരാനുള്ള സാധ്യതയുണ്ട്. അതിൽ എന്തൊക്കെയാണ് അതിൻ്റെ അഡ്വാൻറ്റേജ് നോക്കാം നമുക്ക്. ഇറ്റ് ഷോസ് ദ ഫിസിക്കൽ മൂവ്മെൻറ്റ് ഓഫ് മെറ്റീരിയൽസ് ഇൻ ദ ഓർഗനൈസേഷൻ. ഇത് എന്ത് ചെയ്യുന്നു? ഫിസിക്കൽ മൂവ്മെൻറ്റ് ഓഫ് മെറ്റീരിയൽസ് ഇൻ ദ ഓർഗനൈസേഷൻ എന്ത് ചെയ്യുന്നു? അവിടെ നമുക്ക് സാധിക്കുന്നു. അതായത് ഫിസിക്കൽ മൂവ്മെൻറ്റ് ഷോ ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ അതിൽ നിന്ന് മെറ്റീരിയൽസ് എടുക്കുമ്പോഴോ അതിലേക്ക് ഡെപ്പോസിറ്റ് ചെയ്യുമ്പോഴോ അതിൽ എഴുതണം. ഇറ്റ് ഇൻഡിക്കേറ്റ്സ് ദ ക്വാണ്ടിറ്റി ഓഫ് മെറ്റീരിയൽസ് ഇൻ സ്റ്റോക്ക് അറ്റ് എനി ടൈം. ഏത് സമയത്ത് നോക്കിയാലും നമ്മുടെ കയ്യിൽ എത്ര സ്റ്റോക്ക് ഉണ്ടെന്നുള്ളത് കൃത്യമായിട്ട് അറിയാൻ സാധിക്കും. ഓർഡറിംഗ് ലെവൽ നോട്ടഡ് ഓൺ ദ കാർഡ് ഹെൽപ്സ് ദ സ്റ്റോർ കീപ്പർ ടു ഇഷ്യൂ പർച്ചേസ് റിക്വസിഷൻസ് ഇൻ ടൈം. അതായത് അതിലെ റീഓർഡറിങ് ക്വാണ്ടിറ്റി അല്ലെങ്കിൽ എന്താണ് ഓർഡറിങ് ടൈം, റീഓർഡറിങ് ലെവൽ അതിൽ റെക്കോർഡ് ചെയ്തിട്ടുള്ള കാരണം കൊണ്ട് അതിൽ നിന്ന് ഐറ്റംസ് എടുക്കുമ്പോൾ അതിൻ്റെ ലെവൽ കുറയുമ്പോൾ അപ്പോൾ തന്നെ സ്റ്റോർ കീപ്പർക്ക് അവിടെ റെക്കോർഡ് ചെയ്യാനുള്ള ഒരു വളരെ ഈസി ആയിട്ട് അവർക്ക് റെക്കോർഡ് ചെയ്യാൻ സാധിക്കുന്നു. ഇറ്റ് സെർവ്സ് ആസ് എ റെക്കോർഡ് ഓഫ് പെർപ്പച്വൽ ഇൻവെൻട്രി സിസ്റ്റം. അത് ഒരു പെർപ്പച്വൽ ഇൻവെൻട്രി സിസ്റ്റം പോലെ എന്ത് ചെയ്യുന്നു? സെർവ് ചെയ്യുന്നു. എന്താ പെർപ്പച്വൽ ഇൻവെൻട്രി സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഒരു കണ്ടിന്യൂസ് ആയിട്ടുള്ള സ്റ്റോക്ക് ടേക്കിംഗ് നടക്കുന്ന ഒരു സിസ്റ്റം പോലെയാണ് ഇത് വർക്ക് ചെയ്യുന്നത്. ഇറ്റ് ഹെൽപ്സ് ദ ഫിസിക്കൽ വെരിഫിക്കേഷൻ ഓഫ് സ്റ്റോക്ക്. ഫിസിക്കൽ വെരിഫിക്കേഷൻ ഓഫ് സ്റ്റോക്കിന് എന്ത് ചെയ്യുന്നു? ഇത് ഹെൽപ്പ് ചെയ്യുന്നു. ബൈ പ്രൊവൈഡിങ് സ്റ്റോക്ക് ഫിഗേഴ്സ്. എന്താ ഫിസിക്കൽ വെരിഫിക്കേഷൻ? മനസ്സിലായല്ലോ. ഓരോ ഐറ്റംസ് എടുക്കുന്നതിന് മുൻപ് റെക്കോർഡ് ചെയ്യുന്നു, ഓരോ ഐറ്റംസ് ഡെപ്പോസിറ്റ് ചെയ്യുന്നതിന് മുൻപ് റെക്കോർഡ് ചെയ്യുന്നു. അപ്പോൾ എന്താണ്? ഫിസിക്കൽ വെരിഫിക്കേഷനായി കേട്ടോ. ബൈ പ്രൊവൈഡിങ് സ്റ്റോക്ക് ഫിഗേഴ്സ് ഇറ്റ് ഹെൽപ്സ് ദ പ്രിപ്പറേഷൻ ഓഫ് ഇൻ്ററിം പ്രോഫിറ്റ് ഓർ ലോസ് അക്കൗണ്ട് ആൻഡ് ബാലൻസ് ഷീറ്റ്. അല്ലേ, സ്റ്റോക്ക് ഫിഗേഴ്സ് കണക്കാക്കി ഇൻ്ററിം ആയിട്ടുള്ള പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടോ ബാലൻസ് ഷീറ്റൊക്കെ പ്രിപ്പയർ ചെയ്യുന്നതിന് എന്ത് ഉപകാരപ്രദമാണ്? ഇത് വളരെ ഉപകാരപ്രദമായിട്ടുള്ളൊരു ഡോക്യുമെൻറ്റേഷനാണ്. ഏഴാമത്തെ പോയിന്റ്, ഇറ്റ് ഹെൽപ്സ് ടു വെരിഫൈ ദ കറക്റ്റ്നെസ് ഓഫ് എൻട്രീസ് ഇൻ ദ സ്റ്റോഴ്സ് ലെഡ്ജർ. സ്റ്റോഴ്സ് ലെഡ്ജറിലുള്ള എൻട്രീസ് അതിൻ്റെ കറക്റ്റ്നെസ് ഇവാലുവേറ്റ് ചെയ്യാൻ എന്ത് ബെറ്ററാണ്? ഈ ബിൻ കാർഡ് ബെറ്ററാണ്.
ഇനി നമുക്കൊരു എക്സാമ്പിൾ ക്വസ്റ്റ്യൻ ഉണ്ട് 5 എന്ന് പറഞ്ഞിട്ട്. ഇതിൽ ഫോളോയിങ് റെസിപ്റ്റ് ആൻഡ് ഇഷ്യൂസ് റിലേറ്റിംഗ് ടു മെറ്റീരിയൽ എക്സ് കോഡ് നമ്പർ 501 പ്രിപ്പയർ ബിൻ കാർഡ് ടു റെക്കോർഡ് ദ ട്രാൻസാക്ഷൻ. ഇത് റെക്കോർഡ് ചെയ്യുന്ന ഒരു ബിൻ കാർഡ് പ്രിപ്പയർ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. മിക്കവാറും നമുക്ക് ബിൻ കാർഡ് പ്രിപ്പയർ ചെയ്യാനുള്ള ക്വസ്റ്റ്യൻ അങ്ങനെ ഇതുവരെ യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ച് കണ്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇത്തരം ക്വസ്റ്റ്യൻസ് വരാനുള്ള സാധ്യത കുറവാണ്. പക്ഷേ എന്നാലും ടെക്സ്റ്റിലുള്ള കാരണം കൊണ്ട് നമുക്ക് ഇത് എഴുതാം. ഇതിൽ ഇത്രയേ ഉള്ളൂ, റെസിപ്റ്റ്, ഇഷ്യൂസ്, ബാലൻസ്. അവിടെ റെസിപ്റ്റ് കോളത്തിലൊരു GR നമ്പർ, GR നോട്ട് എന്ന് പറയുന്നൊരു കാര്യമുണ്ട്. അത് നേരത്തെ നമ്മൾ പഠിച്ച ഗുഡ്സ് റിസീവ്ഡ് നോട്ട് നമ്പറാണ്. MR നോട്ട് ഉണ്ട് ഇഷ്യൂവിൽ. MR നോട്ട് എന്ന് പറയുന്നത് മെറ്റീരിയൽസ് റിക്വസിഷൻ നോട്ട് നമ്പറാണ് കേട്ടോ. അത് വെറും നമ്പർ മാത്രമാണ്, അതിൽ പ്രത്യേകിച്ച് ഒന്നുമില്ല, അത് ക്വസ്റ്റ്യനിൽ തരണമെന്നില്ല. ഇവിടെ ഉള്ളൊരു പ്രത്യേകത എന്താണ്, റെസിപ്റ്റ് വന്ന ഐറ്റംസൊക്കെ അതിൻ്റെ ക്വാണ്ടിറ്റി റെക്കോർഡ് ചെയ്യുക, അതിൻ്റെ നമ്പർ എഴുതുക. ഇഷ്യൂ ചെയ്തതൊക്കെ അതിൻ്റെ ക്വാണ്ടിറ്റി റെക്കോർഡ് ചെയ്യുക, അതിൻ്റെ റിക്വസിഷൻ നമ്പർ എഴുതി വയ്ക്കുക. ഇത്രയേ വേണ്ടൂ. ഇത് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു ടോപ്പിക്കാണ്. ഓരോന്നിൻ്റെയും ബാലൻസ്, ക്വാണ്ടിറ്റി ഏറ്റവും അവസാനം എന്ത് ചെയ്യണം, ബാലൻസ് ചെയ്ത് എഴുതി വയ്ക്കണം കേട്ടോ. ഇത് കമ്പാരിറ്റീവ്ലി ഈസിയാണ്. നമുക്ക് അടുത്ത എന്താണ് ബിൻ കാർഡിനോടൊപ്പം തന്നെ പഠിക്കാനുള്ളതാണ് സ്റ്റോഴ്സ് ലെഡ്ജർ. അപ്പോഴാണ് നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് ഇവിടെ പഠിക്കാനുള്ളൂ, ആ സമയത്ത് പഠിക്കാം കേട്ടോ. അടുത്തത് ഡബിൾ ബിൻ സിസ്റ്റം. ഡബിൾ ബിൻ സിസ്റ്റം എന്ന് പറഞ്ഞാൽ പേരിൽ തന്നെ ഉണ്ട് എന്താണ് അതിൻ്റെ ആൻസർ. ഡബിൾ ബിൻ എന്ന് പറഞ്ഞാൽ 2 ബിൻ അറ്റാച്ച് ചെയ്തിരിക്കുന്നു. Under this system, the bin is divided into 2 parts. Under this system, the bin is divided into 2 parts. ഈ സിസ്റ്റത്തിലെ ബിന്നിനെ 2 ആയിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുന്നു. എന്തൊക്കെയാണ്? എ സ്മോൾ പോർഷൻ ആൻഡ് എ ലാർജ് പോർഷൻ. ഒരു ചെറിയ പോർഷനും ഒരു വലിയ പോർഷനും. എ മിനിമം ക്വാണ്ടിറ്റി ഓഫ് മെറ്റീരിയൽ ഈസ് കെപ്റ്റ് ഇൻ ദ സ്മോൾ പോർഷൻ ആൻഡ് ദ ബാലൻസ് ഇൻ ദ ലാർജ് പോർഷൻ. അതായത് 2 പോർഷനായിട്ട് എന്തിനെ ഡിവൈഡ് ചെയ്തിരിക്കുന്നു? 2 പോർഷനായിട്ട് ഡബിൾ ബിൻ സിസ്റ്റത്തിലെ ഒരു ബിന്നിനെ 2 പോർഷനായിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുന്നു. 2 പോർഷനായിട്ട് ഡിവൈഡ് ചെയ്തിട്ട് എന്ത് ചെയ്യുന്നു? ഒരു പോർഷനിൽ കുറച്ച് മെറ്റീരിയൽസും മറ്റൊരു പോർഷനിൽ കുറേ അധികം മെറ്റീരിയൽസും സൂക്ഷിച്ച് വയ്ക്കുന്നു. അപ്പോൾ ഒരു എന്താണ് വലിയ ബിന്നിലെ ഐറ്റംസ് കഴിഞ്ഞാൽ, വലിയ ബിന്നിലെ ഐറ്റംസ് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും നമുക്കറിയാം എന്താണ്, എമർജൻസി കേസിലാണ് മറ്റേന്ന് എടുക്കേണ്ടോ. കാരണം വലിയ ബിന്നിലെ ഐറ്റംസ് ഒക്കെ എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്, നമ്മുടെ സ്റ്റോക്ക് കഴിയാറായി. മിനിമം ലെവല് സ്വാഭാവികമായിട്ട് എവിടെ ഉണ്ടായിരിക്കുക? മറ്റ് ബിന്നിലാണ് ഉണ്ടായിരിക്കുക. അപ്പം ഇങ്ങനെ ഒരു എമർജൻസി വന്നാൽ നമുക്ക് എടുക്കുന്നതിന് വേണ്ടി, ഉപയോഗിക്കുന്നതിന് വേണ്ടി ഉള്ള ഒരു സിസ്റ്റമാണ് എന്തെന്ന് പറയുന്നത്, ഡബിൾ ബിൻ സിസ്റ്റം എന്ന് പറയുന്നത്. ക്വാണ്ടിറ്റി ഇൻ ദ സ്മോൾ പോർഷൻ ആക്ട്സ് ആസ് എ സേഫ്റ്റി സ്റ്റോക്ക് ടു എൻഷുർ ദ കണ്ടിന്യൂസ് ഫ്ലോ ഓഫ് പ്രൊഡക്ഷൻ. നമുക്കൊരിക്കലും എന്താണ് നമ്മുടെ ഫ്ലോ ഓഫ് പ്രൊഡക്ഷനെ എഫക്റ്റ് ചെയ്യാത്ത രീതിയിൽ എന്താണ് കൃത്യമായിട്ടുള്ള ഒരു കണ്ടിന്യൂഷൻ ഉണ്ടാകാൻ വേണ്ടി സേഫ്റ്റി സ്റ്റോക്ക് എന്നുള്ള രീതിയിലാണ് ഡബിൾ ബിന്നിലെ, ചെറിയ ബിന്നിലെ സ്റ്റോക്ക് നമ്മൾ എന്ത് ചെയ്യുന്നത്, സ്റ്റോർ ചെയ്യുന്നത്. അപ്പോൾ ഡബിൾ ബിൻ അതിൻ്റെ പേരിൻ്റെ സ്പെഷ്യാലിറ്റി കാരണം കൊണ്ട് തന്നെ മിക്കപ്പോഴും എക്സാമിനേഷന് ചോദിക്കുന്ന ഒരു ടോപ്പിക്കാണ് ഡബിൾ ബിൻ എന്ന് പറയുന്നത്. ഇനി നമുക്ക് അടുത്ത വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ്, അത് കടക്കാനുണ്ട്, സ്റ്റോഴ്സ് ലെഡ്ജർ. സ്റ്റോഴ്സ് ലെഡ്ജർ ഈസ് എ മെറ്റീരിയൽ റെക്കോർഡ് കെപ്റ്റ് ഇൻ ദ കോസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് ബൈ ദ സ്റ്റോഴ്സ് അക്കൗണ്ടൻറ്റ്. സ്റ്റോഴ്സ് ലെഡ്ജർ എന്ന് പറയുന്നത് മെറ്റീരിയൽ എന്താണ്, കോസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു മെറ്റീരിയൽ എന്താണ് റെക്കോർഡാണ്. അത് ആരാണ് പ്രിപ്പയർ ചെയ്യുന്നത്? സ്റ്റോഴ്സ് അക്കൗണ്ടൻ്റ് ആണ് അത് പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പോൾ സ്റ്റോഴ്സ് ലെഡ്ജർ ഈസ് എ ഡോക്യുമെൻറ്റ് പ്രിപ്പയർഡ് ബൈ ദ സ്റ്റോഴ്സ് അക്കൗണ്ടൻറ്റ് ആൻഡ് കെപ്റ്റ് ഇൻ എന്താണ് കോസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ്. അപ്പോൾ സ്റ്റോഴ്സ് ഡിപ്പാർട്ട്മെൻറ്റ് ക്ലർക്ക് അക്കൗണ്ടൻറ്റ് പ്രിപ്പയർ ചെയ്യുകയും കോസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൽ അത് എന്താണ് സൂക്ഷിച്ച് വയ്ക്കുകയും ചെയ്യുന്ന ഒരു ഡോക്യുമെൻ്റാണ് സ്റ്റോഴ്സ് ലെഡ്ജർ. ഇറ്റ് ഈസ് എ റെക്കോർഡ് ഓഫ് റെസിപ്റ്റ്, ഇഷ്യൂസ് ആൻഡ് ബാലൻസ് ഓഫ് മെറ്റീരിയൽസ് ബോത്ത് ഇൻ ടേംസ് ഓഫ് ക്വാണ്ടിറ്റി ആൻഡ് വാല്യൂ. അല്ലേ, നേരത്തെ നമ്മൾ പറഞ്ഞെന്താണ്, ബിൻ കാർഡ് ഈസ് ദ റെക്കോർഡ് ഓഫ് റെസിപ്റ്റ്സ്, ഇഷ്യൂസ് ആൻഡ് ബാലൻസ് ഓഫ് എന്താണ് ക്വാണ്ടിറ്റി ഓൺലി. അല്ലേ, ബിൻ കാർഡ് എന്ന് പറയുന്നത് എന്താണ്? ബിൻ കാർഡ് എന്ന് പറയുന്നത് റെസിപ്റ്റ്, ഇഷ്യൂസ്, ബാലൻസ് ഓഫ് മെറ്റീരിയൽസ് ഒക്കെ റെക്കോർഡ് ചെയ്യുന്നതാണ്. പക്ഷേ ക്വാണ്ടിറ്റി ഓൺലി ആണ്. അല്ലേ, ഇവിടെയുള്ള പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇവിടെ എന്താണ്, സ്റ്റോഴ്സ് ലെഡ്ജർ റെക്കോർഡ്സ് റെസിപ്റ്റ്സ്, ഇഷ്യൂസ് ആൻഡ് ബാലൻസ് ഓഫ് മെറ്റീരിയൽസ് ബോത്ത് ഇൻ ടേംസ് ഓഫ് ക്വാണ്ടിറ്റി ആൻഡ് വാല്യൂ.
ബോത്ത് ഇൻ ടേംസ് ഓഫ് ക്വാണ്ടിറ്റി ആൻഡ് വാല്യൂ. അപ്പോൾ ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ ബിൻ കാർഡും സ്റ്റോഴ്സ് ലെഡ്ജറും തമ്മിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വ്യത്യാസം എന്ന് പറയുന്നത് ബിൻ കാർഡിലെ സ്റ്റോഴ്സിൻ്റെ ക്വാണ്ടിറ്റി മാത്രമേ റെക്കോർഡ് ചെയ്യുള്ളൂ. അത് റെസിപ്റ്റ് ഉണ്ട്, ഇഷ്യൂ ഉണ്ട്, അതുപോലെ തന്നെ എന്തുണ്ട്, റെസിപ്റ്റ്, ഇഷ്യൂ, ബാലൻസ് ഒക്കെ റെക്കോർഡ് ചെയ്യുന്നു. പക്ഷേ സ്റ്റോഴ്സ് ലെഡ്ജറിലുള്ള പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇവിടെ സ്റ്റോഴ്സ് റെസിപ്റ്റ് റെക്കോർഡ് ചെയ്യുന്നു, ഇഷ്യൂ റെക്കോർഡ് ചെയ്യുന്നു, ബാലൻസ് റെക്കോർഡ് ചെയ്യുന്നു. പക്ഷേ അവിടെയൊക്കെ ശ്രദ്ധിക്കേണ്ട കാര്യം ക്വാണ്ടിറ്റി ഉണ്ടാവും, റേറ്റ് ഉണ്ടാവും, എമൗണ്ട് ഉണ്ടാവും. 3 കോളംസ് ഉണ്ടായിരിക്കും സ്റ്റോഴ്സ് ലെഡ്ജറിൽ കേട്ടോ. അപ്പോൾ ഇത് ക്വാണ്ടിറ്റി ആൻഡ് വാല്യൂ റെക്കോർഡാണ് സ്റ്റോഴ്സ് ലെഡ്ജർ. അതേസമയം ബിൻ കാർഡ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ റെക്കോർഡ് ഓഫ് ക്വാണ്ടിറ്റി ഓൺലി. അടുത്തത് വളരെ ഒരുപാട് തവണ ചോദിച്ചിട്ടുള്ളൊരു യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടിട്ടുള്ളൊരു ടോപ്പിക്കാണ് ഡിഫറൻസ് ബിറ്റ്വീൻ ബിൻ കാർഡ് ആൻഡ് സ്റ്റോഴ്സ് ലെഡ്ജർ. അപ്പോൾ കുട്ടികളിത് കാണുന്ന സമയത്ത് തന്നെ സൈഡിൽ എഴുതി വെച്ചോളൂ. വെരി ഇമ്പോർട്ടൻ്റ് ആണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് ഡിഫറൻസ് ബിറ്റ്വീൻ ബിൻ കാർഡ് ആൻഡ് സ്റ്റോഴ്സ് ലെഡ്ജർ എന്ന് പറയുന്നത്. നമുക്ക് എന്തൊക്കെയാണെന്ന് നോക്കാം. നമുക്ക് ബിൻ കാർഡും സ്റ്റോഴ്സ് ലെഡ്ജറും തമ്മിലുള്ള ഡിഫറൻസ് ഞാനത് തുടക്കത്തിൽ തന്നെ 1-2 ഡിഫറൻസ് ഞാൻ പറഞ്ഞിരുന്നു. എങ്കിലും നമുക്ക് ഇതിൽ നോക്കാം, എന്താണ് വ്യത്യാസം നോക്കാം. ബിൻ കാർഡ് ഈസ് എ റെക്കോർഡ് ഓഫ് ക്വാണ്ടിറ്റി ഓൺലി, വേറേസ് സ്റ്റോഴ്സ് ലെഡ്ജർ ഈസ് എ റെക്കോർഡ് ഓഫ് ക്വാണ്ടിറ്റി ആൻഡ് വാല്യൂ. ബിൻ കാർഡ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ റെക്കോർഡ് ഓഫ് ക്വാണ്ടിറ്റി. ഐറ്റംസ് വരുന്ന ഐറ്റംസ്, ഇഷ്യൂ ചെയ്യുന്ന ഐറ്റംസ്, ബാലൻസുള്ള ഐറ്റംസ് ഒക്കെ ക്വാണ്ടിറ്റി വൈസ് മാത്രമായിട്ടാണ് റെക്കോർഡ് ചെയ്യുന്നത് ബിൻ കാർഡിൽ. പക്ഷേ ഇവിടെ സ്റ്റോഴ്സ് ലെഡ്ജർ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ റെക്കോർഡ് ഓഫ് ബോത്ത് ക്വാണ്ടിറ്റി ആൻഡ് വാല്യൂ. 2, ബിൻ കാർഡ് ഈസ് കെപ്റ്റ് ഇൻ ദ സ്റ്റോഴ്സ് റൂം അറ്റാച്ച്ഡ് ടു ബിൻ, വേറേസ് സ്റ്റോഴ്സ് ലെഡ്ജർ ഈസ് കെപ്റ്റ് ഇൻ ദ കോസ്റ്റ് ഓഫീസ്. ബിൻ കാർഡ് സൂക്ഷിച്ച് വയ്ക്കുന്നത് എവിടെയാണ്? ബിൻ കാർഡ് സൂക്ഷിച്ച് വയ്ക്കുന്നത് ബിന്നിന് തൊട്ടടുത്താണ്. അതേസമയം സ്റ്റോഴ്സ് ലെഡ്ജർ എവിടെയാണുള്ളത്? സ്റ്റോഴ്സ് ലെഡ്ജർ കോസ്റ്റ് അക്കൗണ്ടിങ് ഡിപ്പാർട്ട്മെൻറ്റിലാണ് സൂക്ഷിച്ച് വയ്ക്കുന്നത്. 3, ബിൻ കാർഡ് ഈസ് മെയിൻറ്റെയിൻഡ് ബൈ ദ സ്റ്റോർ കീപ്പർ, whereas stores ledger is maintained by the stores accountant or cost accountant clerk. അല്ലേ? ബിൻ കാർഡ് റെക്കോർഡ് ചെയ്യുന്ന അല്ലെങ്കിൽ എന്താണ് മെയിൻറ്റെയിൻ ചെയ്യുന്ന സ്റ്റോർ കീപ്പറാണ്. അതേസമയം സ്റ്റോഴ്സ് ലെഡ്ജർ മെയിൻറ്റെയിൻ ചെയ്യുന്ന എന്താണ്? സ്റ്റോഴ്സ് അക്കൗണ്ടൻ്റ് ആണ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. 4ാമത്തെ പോയിന്റ്, എൻട്രീസ് ആർ മെയ്ഡ് ഇൻ ദ ബിൻ കാർഡ് ബിഫോർ ദ ഫിസിക്കൽ ട്രാൻസാക്ഷൻസ്. നേരത്തെ പറഞ്ഞ നമ്മൾ എന്താണ്, ബിൻ കാർഡ് ബിന്നിൽ തൊടുന്നതിന് മുൻപാണ് ബിൻ കാർഡ് തൊടേണ്ടത്. അതിൻ്റെ അർത്ഥം എന്താ? ഓരോ ട്രാൻസാക്ഷനും തുടങ്ങുന്നതിന് തൊട്ട് മുൻപ് ബിൻ കാർഡിൽ റെക്കോർഡ് ചെയ്യുന്നു. അതേസമയം എന്താണ്, സ്റ്റോഴ്സ് ലെഡ്ജറിൽ റെക്കോർഡ് ചെയ്യുന്ന എപ്പോഴാണ്? അത് കഴിഞ്ഞ് കുറച്ച് അല്ലെങ്കിൽ ബട്ട് ഇൻ ദ കേസ് ഓഫ് സ്റ്റോഴ്സ് ലെഡ്ജർ the entries are made in the stores ledger after the physical transaction. ഫിസിക്കൽ ട്രാൻസാക്ഷൻ ഒക്കെ കഴിഞ്ഞ് ഒരു പീരീഡ് കഴിയുമ്പോഴാണ് എവിടെ ട്രാൻസാക്ഷൻ വരുന്നത്? സ്റ്റോഴ്സ് ലെഡ്ജറിൽ ട്രാൻസാക്ഷൻ വരുന്നത്. ഈച്ച് ട്രാൻസാക്ഷൻ ഈസ് ഇൻഡിവിജ്വലി റെക്കോർഡഡ് ഇൻ ദ ബിൻ കാർഡ്, ബട്ട് ട്രാൻസാക്ഷൻസ് ആർ റെക്കോർഡഡ് പീരിയോഡിക്കലി ഇൻ ദ സ്റ്റോഴ്സ് ലെഡ്ജർ. അല്ലേ? ഓരോ ട്രാൻസാക്ഷൻ വൈസ് ആയിട്ടാണ് നമുക്ക് എവിടെ പ്രിപ്പയർ ചെയ്യുന്നത്, എവിടെ എൻട്രി എഴുതുന്നത്, ബിൻ കാർഡിൽ എൻട്രി എഴുതുന്നു. അതേസമയം എന്താണ്, സ്റ്റോഴ്സ് ലെഡ്ജറിൽ ചിലപ്പോൾ എന്താണ് പീരിയോഡിക്കലായിട്ട് ഒന്നിച്ചാണ് എന്ത് ചെയ്യുന്നത്, റെക്കോർഡ് ചെയ്യുന്നത്. അല്ലേ? ബിൻ കാർഡിൽ 100 യൂണിറ്റ് എടുത്താൽ അത് എഴുതി, അടുത്ത ദിവസം 200 യൂണിറ്റ് എടുത്താൽ അത് എഴുതി. പക്ഷേ പീരിയോഡിക്കായിട്ട് റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് ഒന്നിച്ച് 300 യൂണിറ്റ് എവിടെ എഴുതിയാലും മതിയായിരിക്കും, സ്റ്റോഴ്സ് ലെഡ്ജറിൽ എഴുതിയാലും മതിയായിരിക്കും. ഇത്രയാണ് ബിൻ കാർഡും സ്റ്റോഴ്സ് ലെഡ്ജറും തമ്മിലുള്ള ഡിഫറൻസ്. അപ്പോൾ കുട്ടികൾ ഈ ബിൻ കാർഡ് ആൻഡ് സ്റ്റോഴ്സ് ലെഡ്ജർ എന്നുള്ള ക്വസ്റ്റ്യൻ ഒരുപാട് തവണ യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുള്ളതാണ്. അപ്പോൾ നന്നായിട്ട് ശ്രദ്ധിക്കുക. പിന്നെ ഇന്ന് എടുത്തിട്ടുള്ള സെൻട്രൽ സ്റ്റോറ്, ടൈപ്പ് ഓഫ് സ്റ്റോഴ്സ്, അതായത് സെൻട്രലൈസ്ഡ് സ്റ്റോറ്, ഡീസെൻട്രലൈസ്ഡ് സ്റ്റോറ്, അതുപോലെ തന്നെ എന്താണ് സെൻട്രൽ സ്റ്റോർ വിത്ത് സബ് സ്റ്റോറ്, ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നേരത്തെ പറഞ്ഞിട്ടുള്ള സെൻട്രലൈസ്ഡ് പർച്ചേസിങ്, ഡീസെൻട്രലൈസ്ഡ് പർച്ചേസിങ്, അതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. തിയറി ബേസ് ആയിട്ട് ഒരുപാട് ക്വസ്റ്റ്യൻ വരാൻ സാധ്യതയുള്ള ഒരു ടോപ്പിക്കാണ് മെറ്റീരിയൽസ് എന്നുള്ള ചാപ്റ്റർ. അപ്പോൾ എന്തായാലും കുട്ടികൾ നന്നായിട്ട് പഠിക്കുക. അപ്പോൾ ഈ ക്ലാസ് ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. താങ്ക് യു.